ഒരാൾക്ക് ബോധ്യമുണ്ടായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധമായിരിക്കുന്ന കഅബാലയം പുനരുദ്ധീകരിക്കുകയുണ്ടായി. ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് തന്നെ കഅബാലയം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ കൂടെ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം തവാഫ് ചെയ്തുകൊണ്ട് ആദം നബിയോട് പറഞ്ഞു അത്രേ, ആദം നബിയെ, ഈ പരിശുദ്ധമായ ഭവനമായ കഅബാലയം അങ്ങയെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മഹാനായിരിക്കുന്ന സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിനെ പറഞ്ഞത് തന്നോട് ഓർമ്മപ്പെടുത്തിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അറിയിക്കുന്നത്. കേടുപാടുകൾ സംഭവിച്ച പഴക്കം ചെന്ന കഅബാലയം ആദം നബി അലൈഹിസ്സലാം പുനരുദ്ധീകരിച്ച് ശേഷം തന്റെ മകൻ സയ്യിദുനാ അശീസ് നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തിൽ തകർന്നു പോകുന്ന കഅബാലയം പിന്നീട് വന്ന പ്രവാചകന്മാർക്കൊന്നും ആ കഅബാലയം തവാഫ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരുന്നത് വരെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പരിശുദ്ധ കഅബാലയം നിന്നിരുന്ന ഇടം വന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, പരിശുദ്ധ കഅബാലയം പുനരുദ്ധീകരിക്കേണ്ടതുണ്ട്. കൂടെ സഹായിയായ മകൻ മഹാനായിരിക്കുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കൂടെ കൂട്ടാൻ പറയുകയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സഹായത്തോടുകൂടെ കഅബാലയം കെട്ടിപ്പടുക്കുകയാണ്. പരിശുദ്ധ കഅബാലയം കെട്ടിപ്പടുത്ത് അതിന്റെ പാതകത്തിൽ നിന്ന് അല്പം ഒന്ന് പൊന്തിയപ്പോ അവിടെ ഹജറുൽ അസ്വദ് വെക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ തകർന്നു പോയ ആ കഅബാലയത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് തെന്നിമാറിയപ്പോൾ ജബൽ അബീ ഖുബൈസിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പൊഴുത്തി വെച്ചതായിരുന്നു ഹജറുൽ അസ്വദ്. മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഹജറുൽ അസ്വദ് കാണിച്ചു കൊടുക്കുകയും ആ ഹജറുൽ അസ്വദ് തൽസ്ഥാനത്ത് വെച്ച് വീണ്ടും നിർമ്മാണം ആരംഭിക്കുകയും ഏറെക്കുറെ കഴുത്ത് വരെ എത്തുന്നത്ര കണ്ടിട്ട് ഏറെക്കുറെ ഉയർന്നപ്പോ കഅബാലയത്തിന് വാതിൽ വെക്കണമെന്നുള്ള തീരുമാനത്തിലെത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന് വാതിൽ വെച്ച് പിന്നീട് തുടർന്നുകൊണ്ട് പടുക്കാൻ കയറി നിൽക്കാൻ ഒന്നുമില്ല എന്ന് കണ്ടപ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം 2 കല്ല് കൊണ്ട് കൊടുത്തു എന്നറിയാം. ഒന്ന് പരിശുദ്ധ കഅബാലയത്തിന്റെ ഉമ്മരപ്പടിയായിട്ട് വാതിലിന്റെ ഉമ്മരപ്പടിയായി വെക്കാനുള്ളൊരു കല്ല്, മറ്റൊന്ന് പരിശുദ്ധ കഅബാലയം കെട്ടിക്കപ്പെടുമ്പോൾ അതിൽ കയറി നിന്നുകൊണ്ട് നിർമ്മാണം നടത്താനുള്ള മറ്റൊരു കല്ല്. ഇന്നും പരിശുദ്ധമായ കഅബാലയത്തിന്റെ വാതിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ കഅബാലയത്തിന്റെ വാതിൽ തേക്കിന്റെ വാതിലായി. ആ തേക്ക് തടികൾ കൊണ്ടുപോയത് നമ്മുടെ കേരളത്തിലെ നിലമ്പൂരിൽ നിന്ന് വെട്ടിക്കൊണ്ടുപോയ തേക്കിന്റെ തടി ഈർന്നുകൊണ്ടാണ് അന്ന് കഅബാലയത്തിന്റെ വാതിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ. പിന്നീട് ആ തേക്കൻ തടി തന്നെ എങ്ങനെ നിലനിന്നു പോന്നു. ആ മരത്തടികളിൽ നിന്ന് പിന്നീട് മാറി സൗദി ഭരണകൂടം വന്നപ്പോ സ്വർണത്തിന്റെ വാതിൽ കട്ടിലാക്കിയിട്ടുണ്ടെങ്കിലും വാതിലിന്റെ പൊടികളാക്കിയിട്ടുണ്ടെങ്കിലും ആ വാതിലിന്റെ ഉമ്മരപ്പടി എന്നും കല്ല. മറ്റതൊക്കെ സ്വർണ്ണാണെങ്കിലും ഉമ്മളിപ്പള്ളി കല്ല. എന്തേ ആ ഉമ്മരപ്പടി സ്വർണമാക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ ആരെങ്കിലും അതിനെ പ്രയാസം വികൃതപ്പെടുത്തുമെന്ന് കൊണ്ടാണോ? അതൊന്നല്ല, മറിച്ച് ആ സ്വർണത്തെക്കാൾ വാല്യുള്ള കല്ലാണ് ആ പരിശുദ്ധ കഅബാലയം തന്നെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഉമ്മരപ്പടി ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ കൊണ്ടുകൊടുത്തൊരു കല്ലാണ്.
മറ്റൊരു കല്ല് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കയറി നിന്നുകൊണ്ട് കെട്ടിപ്പിടിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹി സ്വലാം കൊണ്ടുകൊടുത്തതാണ്. ആ കല്ലിന്റെ പേര് മഖാമു ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബം കെട്ടിപ്പടുക്കുന്നതിനിടയിൽ അതിൽ കയറി നിന്നുകൊണ്ടാണ് നിർമ്മാണം നടത്തിയത്. ആ കല്ലിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം കല്ലെടുത്തു കൊടുക്കും, പടുക്കാനുള്ള കല്ലെടുത്തു കൊടുക്കും. ലിഫ്റ്റ് പോലെ ഉയർത്തിക്കും ആ കല്ല്. സ്വയം ആ കല്ല് ഇങ്ങനെ ഉയർന്നു വരും. എവിടെയാണോ ആ കല്ല് വെച്ച് പൂർത്തിയാക്കേണ്ടതിൽ അവിടെ എത്തുമ്പോ അവിടെ നിൽക്കും കല്ല്. തന്റെ കയ്യിലുള്ള കല്ലവിടെ വെച്ച് പടവ് പൂർത്തിയായി കഴിഞ്ഞാൽ സ്വയം ആ കല്ല് ലിഫ്റ്റ് പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് താഴോട്ടിറങ്ങും. ഇസ്മായിൽ നബി അലൈഹി സ്വലാം വീണ്ടും കല്ലെടുത്തു കൊടുക്കും, വീണ്ടും നിർമ്മാണം തുടർന്നും. അങ്ങനെ മാസ്മരിക ശക്തിയുള്ള കല്ലാണ് ഇബ്രാഹിം മഖാം എന്ന് പറയുന്ന മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന കല്ല്. സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുകൊടുത്ത കല്ല, ഒരു വെളുത്ത കല്ല. മഹാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദൃഷ്ടാന്തമായി രണ്ട് കാൽപാദങ്ങളും ആ മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന കല്ലിൽ നമ്മളെ ചെളി, സാധാരണ ചെളിയിൽ കാല് പൂണ്ടു പോലെ ആ കല്ലിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ രണ്ട് കാൽപാദങ്ങൾ ഇങ്ങനെ പൂണ്ടു നിൽക്കുന്നത് കാണാം. വിശുദ്ധ ഖുർആൻ പറയുന്നു, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. ആദരണീയന കല്ലാണ്. അവിടെ ഇബ്രാഹിം മഖാം ഇബ്രാഹിമിന്റെ ബേക്കിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന ഇടമാക്കണം എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന അങ്ങനെയാണ്. മഹാനായിരിക്കുന്ന സയ്യിദനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ സഹായത്തോടു കൂടെ കഅബാലയം പുനരുദ്ധീകരണം പൂർണ്ണമായപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്. ആളുകളോട് അങ്ങ് വിളിച്ചു പറയണം, ആളുകളോട് അങ്ങ് വിളിച്ചു പറയണം, ആളുകളോടൊക്കെ ഹജ്ജിന് വരാൻ വേണ്ടി. അങ്ങ് വിളിച്ചു പറയുമ്പോ ആളുകൾ കാൽനടയായവരും മറ്റു ചില ആളുകൾ അങ്ങകലെ ദൂര ദിക്കുകളിൽ നിന്ന് വാഹനപ്പുറമേറിയിട്ടും കാൽനടയായിട്ടും വന്ന ആളുകൾ ഹജ്ജിന് വന്നോളും വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം സഫാ കുന്നിന് മുകളിൽ കയറി നിന്നിട്ട് പറഞ്ഞു, ഓ മനുഷ്യരെ, നിങ്ങൾ പരിശുദ്ധമായ കഅബാലയം കരുതി വരണേ എന്ന് ആ വിളിയാളം സമൂഹം മുഴുവനും കേട്ടു. ജീവിച്ചിരിക്കുന്ന ആളുകൾ നേരിട്ട് കേട്ടു. ചില ആളുകളൊക്കെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുമ്പോ കേട്ടു. വേറെ ചില ആളുകൾ ഉപ്പയുടെ മുതുകിലുണ്ടാകുമ്പോ കേട്ടു. നമ്മളെ പോലെ അന്നില്ലാത്ത ആളുകൾ ആത്മീയ ലോകത്താണ്, ആത്മാക്കളുടെ ലോകത്താണ്. ആത്മാക്കളുടെ ലോകത്തിൽ നമ്മളെ പോലെയുള്ള ഹജ്ജിന് പോകുന്ന ആളുകൾ കേട്ടു. ആരാണോ അത് കേട്ടത് അവരെ ആ പുണ്യഭൂമിയിലെത്തൂ എന്ന് തീർച്ചയാണ്. കേൾക്കാത്തവർക്ക് എത്താൻ കഴിയില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഹജ്ജിന് പോവണമെന്ന് പൂതി വെച്ചത് കൊണ്ട് ആയില്ല, സാമ്പത്തിക കഴിവുണ്ടായി എന്നതുകൊണ്ടായില്ല. റബ്ബിനോട് ദ്വാരക്കായി നമ്മൾ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളിവാളം ആരാണോ കേട്ടത് അവനെ ആ പുണ്യ മണ്ണിലെത്തൂ എന്ന കാര്യം തീർച്ചയാണ്. ഈ വർഷവും ആ വിളി കേട്ട ആളുകൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. അടുത്ത വർഷങ്ങളും വർഷങ്ങളായി വരേണ്ടതുണ്ട്. ആ വിളി കേട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആ പരിശുദ്ധമായ കഅബാലയം ലക്ഷ്യം വെച്ച് കൊണ്ടുപോകുന്ന പവിത്രമായിരിക്കുന്ന ഹജ്ജ് എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ വളരെ മഹത്തായിരിക്കുന്ന ഒരു പുണ്യകർമ്മമാണ്. മാനസികമായി തയ്യാറെടുത്തു ഹജ്ജിന് പോവാൻ. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിനങ്ങ് പോവാൻ കഴിഞ്ഞില്ല. ഒന്നുക്കലോ അയാൾ അതിന്റെ ഇടയിൽ രോഗബാധിതനായി അയാൾ മരണപ്പെട്ടു പോയി. യാത്ര പുറപ്പെട്ടു, വഴിയിൽ വെച്ചുകൊണ്ട് തടസ്സമായി മരിച്ചുപോയി. അല്ലെങ്കിൽ അവൻ ശാരീരികമായും മാനസികമായും എല്ലാ രേഖകളും ശരിയായി പോവാൻ തയ്യാറെടുത്ത് മരിച്ചുപോയി. എന്നാലും അയാൾക്ക് ഹജ്ജിന്റെ പ്രതിഫലം നൽകപ്പെടുമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പഠിപ്പിച്ചത്. മൻ ഖറജ ഹജ്ജൻ ഔ മുഅ്തമിറൻ, ഒരാൾ ഉംറ ലക്ഷ്യം വെച്ചുകൊണ്ടോ ഹജ്ജ് ലക്ഷ്യം വെച്ചുകൊണ്ടോ പുറപ്പെട്ടു. ഔ ആസിയൻ, അല്ലെങ്കിൽ യുദ്ധം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ പുറപ്പെട്ടു. സുമ്മ മാത ഫീ തരീഖിഹി,
പിന്നീട് അയാളെ വഴിയിൽ വെച്ചുകൊണ്ട് അയാൾ മരണപ്പെട്ടു പോയാലും കതബല്ലാഹു ലഹു അജ്റൽ ഗാസി വൽ ഹാജി വൽ മുഅ്തമർ, യുദ്ധം ചെയ്തവന്റെയും ഹജ്ജ് ചെയ്തവന്റെയും ഓർമ്മ നിർവഹിച്ചവന്റെയും പ്രതിഫലം അല്ലാഹു അവനക്ക് രേഖപ്പെടുത്തുമെന്ന് റവാഹുൽ ബൈഹഖി ഖാല റസൂലുള്ളാഹി, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. ആ പരിശുദ്ധമായിരിക്കുന്ന കർമ്മം അത്ര പുണ്യമുള്ളതാണെന്ന് കൊണ്ടാണ് മാനസികമായി തയ്യാറായി തന്നെ അവൻ ഹജ്ജിയായി മാറി എന്നുള്ളതാണ്. ആ പുണ്യഭൂമിയിൽ എത്തുക എന്ന് പറയുന്ന വല്ലാത്ത ഭാഗ്യവുമാണ്. ആ പുണ്യഭൂമിയിലേക്ക് പുറപ്പെടുന്ന ആളുകളോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ അതിഥികളാണ്. അവർ അള്ളാഹുവിന്റെ അതിഥികളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അൽ ഹാജ് വൽ ഉമ്മാർ വഫദുല്ലാഹ്, ഹാജിമാരും ഉംറക്ക് പോകുന്നവരുമൊക്കെ അള്ളാഹുവിന്റെ പ്രത്യേകമായ അതിഥികളാണ്. ഇൻദഊഹു അജാബഹും വഇനിസ്തഗ്ഫറൂഹു ഗഫറ ലഹും. നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും അവരോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞാൽ, അവരെന്തെങ്കിലും നമുക്ക് വേണ്ടി ദ്വാരക്കാണെങ്കിൽ അള്ളാഹു അവർക്ക് ഇജാബത്ത് നൽകും അവരുടെ ദ്വാരക്ക്. മാത്രമല്ല അവർ പൊറുക്കലിനെ തേടിയാൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാഹ്, അടുത്ത മാസം ആദ്യത്തൊക്കലായി, അടുത്ത ഇംഗ്ലീഷ് മാസം ആദ്യത്തിലായി നമ്മുടെ ഹാജിമാരൊക്കെ അള്ളാഹുവിന്റെ അതിഥികളായി പുറപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പരിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. ആധുനിക കാലഘട്ടത്തില് ഇഖ്ലാസോടുകൂടെ ഹജ്ജ് ചെയ്യുന്നവർ കുറവാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പല ആളുകൾക്കും വ്യത്യസ്തമായ ലക്ഷ്യമാവും ഹജ്ജിന് പോകുമ്പോ ഒരു പക്ഷേ ഹാജി എന്ന് പറയണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവനൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. എന്റെ ഉമ്മത്തിന് അങ്ങനെ വരുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ ഉമ്മത്തി, എന്റെ സമുദായത്തിനൊരു കാലം വരുമെന്ന് മുത്തുനബി ഓർമ്മപ്പെടുത്തുകയാണ്. സമ്പന്നനായ ആളുകൾ ഹജ്ജിന് പോകുന്ന ഒരു ടൂർ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അവര് ഒരു നാട് കാണുക, അല്ലെങ്കിൽ അത് രസല്ലേ എന്ന് വിചാരിച്ചിട്ട് കേവലം വിനോദത്തിന് വേണ്ടി ടൂർ ഉദ്ദേശിച്ചുകൊണ്ട് എന്റെ ഉമ്മത്തിലെ നല്ലൊരു വിഭാഗം ആളുകൾ ഹജ്ജിന് പോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പണ്ഡിതന്മാര് ഹജ്ജിന് പോകുന്നത് അഹങ്കാരത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഹാജിയരുമാണ് മൂല്യരുമാണ് എന്ന പേരിട്ടാൻ വേണ്ടി എന്റെ ഉമ്മത്തിലെ ഉലമാക്കൾ ഹജ്ജിന് പോകുന്ന ഒരു കാലം വരുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. എന്നാൽ സാധാരണക്കാരായ ബിസിനസ്സുകാർ ഹജ്ജിന് പോകുമ്പോ അവര് ബിസിനസ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്ന കാലം വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ. വയഹജ്ജുൽ ഫുഖറാഉ ലിൽ മസലാബ്, ദരിദ്രന്മാര് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഏതെങ്കിലും രൂപത്തിൽ അവർ യാചന നടത്താനൊക്കെ ഹജ്ജിന് പോകും. എന്റെ സമുദായത്തിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വരും. പക്ഷേ നിങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടുപോകരുതെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഹജ്ജ് ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ ആ സാഹചര്യത്തില് അവന്റെ പ്രവൃത്തിയിലോ അവന്റെ വാക്കിലോ അവന്റെ ഏതുവരെ അവൻ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി വാങ്ങുന്ന അവൻ വാങ്ങുന്ന അവന്റെ അതിന്റെ പുടവകൾ വിലപേശൽ വരെ പാടില്ല എന്നാണ്. അത്രയും പുണ്യമാണ് പരിശുദ്ധമായ ഹജ്ജ്. ഹജ്ജിന് വേണ്ടി തയ്യാറായ ഒരാള് പിന്നെ അവന്റെ നാവിലൂടെ അനിഷ്ടമായ ഒന്നും വരാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയുണ്ടായി. മൻ ഹജ്ജലില്ലാഹി ഫലം യർഫസ് വലം യഫ്സുഖ്. ഒരാൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. ആ ഹജ്ജിന്റെ സമയത്ത് പുറപ്പെടുമ്പോ ഫലം യർഫുസ് വലം യഫ്സുഖ്, അവൻ വേണ്ടാവൃത്തികൾ അവനെ വാക്കുകൊണ്ടോ അവന്റെ പ്രവൃത്തി കൊണ്ടോ ഒന്നും ചെയ്തു പോയില്ല. ഇഖ്ലാസോടുകൂടെ റബ്ബിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുണ്യകർമ്മമാവണം, റബ്ബ് കബൂൽ ചെയ്യണം ലക്ഷ്യത്തോടുകൂടെ ഒരാൾ ഹജ്ജിന് പോയാൽ മഹാനായ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുകയാണ്. റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിക്കുമ്പോ ഏത് രൂപത്തിൽ പാപമുക്തനാണോ അതുപോലെ ആയിരിക്കും അവന്റെ തിരിച്ചു വരവെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. ആ രൂപത്തിൽ ഹജ്ജിന് പോവാനും കർമ്മങ്ങൾ നിർവഹിക്കാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ.
സാധാരണ നമ്മളെ രാജ്യത്തിൽ നിന്ന് സർക്കാർ തലത്തിൽ ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ ആദ്യമേ പോകും. ഹജ്ജിന്റെ മാസം എന്ന് പറഞ്ഞാൽ റമദാൻ കയ്യിലോടുകൂടെ ഹജ്ജിന്റെ മാസമായി, ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ പറ്റുന്ന മാസമായി എന്ന് പറഞ്ഞാൽ ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ് 10 ദിവസം ഇപ്പോഴൊക്കെ ഹജ്ജിന്റെ മാസമാണ്. ശവ്വാൽ മാസവും ദുൽഖഅദ് മാസവും ദുൽഹജ്ജ് 10 ദിവസവുമാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട ഹജ്ജിന്റെ മാസം എന്ന് പറയുന്നത്. അപ്പോ ഈ ഹജ്ജിന്റെ മാസത്തിലെ ആദ്യ ഭാഗത്തിൽ തന്നെ നമ്മുടെ സർക്കാരിലൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ നേരത്തെ പോകും. നേരത്തെ ഹജ്ജിന് പോകുമ്പോഴോ ഒരു ഗുണം എന്ന് പറയുന്നത് വലിയ തിരക്കുകളില്ലാതെ കർമ്മങ്ങളൊക്കെ അവിടെ ആദ്യം നിർവഹിക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെ പോകുന്ന ആളുകൾ സാധാരണ ഹജ്ജിന് പോകുമ്പോ സാധാരണ ചെയ്യാറുള്ളത് പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന മുമ്പ് ഉംറ നിർവഹിക്കല. എവിടെ നിന്ന് പോകുമ്പോ ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് നിർവഹിക്കല. മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന്റെ രീതി 2-3 രൂപങ്ങൾ അതിന് പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കേണ്ട രീതിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച 3-4 രീതികളുണ്ട്. ഒന്ന് ഇഫ്റാദായിട്ട് ഹജ്ജ് ചെയ്യുക, മറ്റൊന്ന് തമത്തു ആയിട്ട് ഹജ്ജ് ചെയ്യുക, മറ്റൊന്ന് ഖിറാനായിട്ട് ഹജ്ജ് ചെയ്യുക, മറ്റൊന്ന് ഇത്ലാഖായിട്ട് ഹജ്ജ് ചെയ്യുക. 4 രൂപമാണ്. ഇഫ്റാദ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ മാസത്തിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി തഹല്ലുലാകുക, ഹജ്ജിൽ നിന്ന് മോചിതരാകുക. ഇഫ്റാദ് എന്നാണ് അതിന്റെ പേര്. ഏറ്റവും പുണ്യമുള്ളതായിരിക്കുന്ന ഒരു രീതിയാണ്. നമ്മളെ പ്രൈവറ്റിലൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ ആ ഇഫ്റാദിന്റെ രീതിയാണ് പാലിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ അവരാദ്യമേ മദീനയിലേക്ക് പോകും, അല്ലെങ്കിൽ ആദ്യമേ ഹജ്ജിന് മക്കയിൽ പോയാലും അവർ ഉംറയൊക്കെ നിർവഹിച്ചതിന് ശേഷം അവർ മദീനയിലേക്ക് ഹജ്ജിന്റെ സമയം അടുക്കുന്നതിന് മുമ്പായി അവർ മദീനയിൽ പോകും. മദീനയിൽ ഒരു ആഴ്ചക്കാലം അല്ലെങ്കിൽ 2 ആഴ്ചക്കാലം അവർ കഴിച്ചു കൂട്ടിയിട്ട് യഥാർത്ഥ മീഖാത്തായിരിക്കുന്ന പവിത്രമായിരിക്കുന്ന ദുൽഹുലൈഫയിൽ നിന്ന് ഇഹ്റാം ചെയ്ത് മദീനയുടെ മീഖാത്തിൽ ഇഹ്റാം ചെയ്ത് നേരെ അവർ പോകുന്നത് പവിത്രമായിരിക്കുന്ന മിനയിലേക്കാണ്. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അറഫയിലേക്കാണ്. പിന്നീട് ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെടുകയാണ്. അവർക്കും ഇഫ്റാദായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കഴിയും. സർക്കാരിൽ ഹജ്ജ് പോകുന്ന ആളുകൾ സാധാരണഗതിയിൽ ഇങ്ങനെ രണ്ടാമത്തെ ഗണമായ തമത്തു എന്ന് പറയുന്ന കർമ്മമാണ് നിർവഹിക്കാറുള്ളത്. തമത്തു എന്ന് പറഞ്ഞാൽ ഹജ്ജ് മാസത്തിൽ ഉംറക്ക് ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിച്ച് തഹല്ലുലായി. പിന്നീട് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം കടക്കലോടുകൂടെ ഹജ്ജിനു കൂടി ഇഹ്റാം ചെയ്തുകൊണ്ട് ഹജ്ജും നിർവഹിച്ച് തഹല്ലുലാകുക. ഇതിനാണ് തമത്തു എന്ന് പറയുന്നത്. തമത്തു ആയിട്ട് വിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോ സ്വാഭാവികമായും അവർക്ക് അറിവ് നിർബന്ധമാണ്. ഒരു ആടിനെ ഇറക്കേണ്ടി വരും. ഇഫ്റാദായിട്ട് ഹജ്ജ് ചെയ്യുമ്പോൾ അറിവിന് ആവശ്യമില്ല. എന്നാൽ തമത്വമായിട്ട് ഇഹ്റാം ചെയ്യുന്ന സമയത്ത് അറിവ് നിർബന്ധമാണ്. മൂന്നാമത്തെ വിഭാഗം ഖിറാനായിട്ട് ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ്. ഹജ്ജിനും ഉംറക്കും ഒന്നിച്ച് ഇഹ്റാം ചെയ്യുന്നു. ഹജ്ജിനും ഉംറക്കും ഒന്നിച്ച് ഇഹ്റാം ചെയ്യുന്നു. എന്നിട്ട് ഹജ്ജും ഉംറയും ഒന്നിച്ച് നിർവഹിക്കുന്നു. പ്രതിഫലം കുറഞ്ഞ ഒരു രീതിയാണ് അതിലും അറിവ് നിർബന്ധമാണെന്ന കാര്യം തീർച്ചയാണ്. നാലാമത്തെ വിഭാഗം ഇത്ലാഖ് എന്ന ഇഹ്റാം ചെയ്യുമ്പോൾ ഹജ്ജിനാണോ ഉംറക്കാണോ എന്ന് പ്രത്യേകം കരുതാതെ പരിശുദ്ധമായിരിക്കുന്ന പുണ്യകർമ്മത്തെ ഇഹ്റാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഹജ്ജിന് എന്നോ ഉംറക്കു എന്നോ അവൻ കരുതാതെ പരിശുദ്ധമായ കർമ്മത്തിന് വേണ്ടി, മക്കയിലുള്ള കർമ്മത്തിന് വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്യുന്നു എന്ന് കരുതി പിന്നീട് മക്കയിൽ പോയതിനു ശേഷം ഉംറയാണെങ്കിൽ ഉംറ എന്നോ ഹജ്ജാണെങ്കിൽ ഹജ്ജ് എന്നോ പ്രത്യേകമായി വേർതിരിച്ച് മനസ്സിലാക്കി നിയ്യത്ത് വെക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഇത്ലാഖ് എന്ന് പറയുന്നത്. ഈ 4 രൂപത്തിലും ഇഹ്റാം ചെയ്യാമെങ്കിലും ഏറ്റവും പുണ്യമായത് ഇഫ്റാദാണ്. പക്ഷേ സാധാരണ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഖിറാന് എന്ന് പറയുന്ന പവിത്ര തമത്തു എന്ന് പറയുന്ന രീതിയിലുള്ള ഇഹ്റാം. ഏതായാലും പരിശുദ്ധമായ പുണ്യഭൂമിയിലേക്ക് നമ്മൾ പുറപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോ ഒരുപാട് മാനദണ്ഡങ്ങൾ അതിൽ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ ഒരു ഉംറയോ ഹജ്ജോ നമ്മൾ ആവണമെങ്കിൽ ഒരുപാട് കടമ്പകൾ നിർവഹിക്കേണ്ടതുണ്ട്. ആദ്യമേ അതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോ മഹാനായിക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇസ്തിഖാറ ചെയ്യണമെന്നാണ്. ഖൈർ തേടുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിട്ട്
അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് അതിന്റെ ഖൈർ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടാവണം നമ്മൾ തുടങ്ങേണ്ടത്. ആ ഇസ്തിഖാറ നിർവഹിച്ച് മുശാവറൊക്കെ നടത്തിയിട്ട് പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജിന് പ്രാവശ്യം പോവാൻ വേണ്ടി അപേക്ഷിച്ച് അൽഹംദുലില്ലാഹ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അനുബന്ധമായി നമുക്ക് ഒരുങ്ങാനുണ്ട്, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കാനുണ്ട്. ആ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വസ്തുക്കൾ വേണമെന്ന് നമ്മൾക്ക് ക്ലാസുമായി ബന്ധപ്പെട്ടോടത്തൊക്കെ പറയും, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഏതായാലും നമ്മള് പരിശുദ്ധമായ ഹജ്ജിനോ ഉംറക്കോ പോകാൻ തയ്യാറാകുമ്പോ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് പരമാവധി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കലാണ്, റബ്ബിനോട് നിഷ്കളങ്കമായി തൗബ ചെയ്യലാണ്. നമ്മൾ ഹജ്ജിന് പോയാൽ വളരെ ശുദ്ധരായി തിരിച്ചു വരുമെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇവിടുന്ന് അശുദ്ധരായി പോയിട്ട് അവിടുന്ന് ശുദ്ധമായി തിരിച്ചു വരാൻ കഴിയില്ല. ആദ്യം ഇവിടുന്ന് തൗബ ചെയ്തിട്ട് ശുദ്ധരായിട്ട് പോകണം. എന്നിട്ട് അതിൽ വല്ല കുറവുണ്ടെങ്കിൽ നികത്തിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല കർമ്മം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ചെയ്തു പോയ തെറ്റിനൊക്കെ തൗബ ചെയ്തുകൊണ്ട് ആരോടെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ പെടുത്തിയിട്ട് അവരെ പൊരുത്തപ്പെടിച്ചുകൊണ്ട് നമ്മൾ കാണുന്നതും ബന്ധപ്പെടുന്ന ആളുകളുമായി പ്രത്യേകമായി അവരോട് യാത്ര പറഞ്ഞുകൊണ്ടാണ് പുണ്യഭൂമിയായിരിക്കുന്ന പവിത്രമായിരിക്കുന്ന ഹറമിലേക്ക് നമ്മൾ പുറപ്പെടേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പവിത്രമായിരിക്കുന്ന യാത്രയിൽ നമ്മൾ നമ്മുടെ ഓരോ മീഖാത്തിൽ ഇഹ്റാം ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധമായ ഹജ്ജിനാണെങ്കിലും പരിശുദ്ധമായ ഉംറക്കാണെങ്കിലും ഇഹ്റാം ചെയ്യേണ്ടത് മീഖാത്തിൽ നിന്നാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ആ ഉംറയിലോ അല്ലെങ്കിൽ ഹജ്ജിലോ പ്രവേശിക്കുന്നു എന്ന നിയ്യത്ത്, അതിനാണ് ഇഹ്റാം എന്ന് പറയുക. ആ നിയ്യത്ത് ചെയ്യേണ്ടത് പ്രത്യേകമായ ഹജ്ജിനും ഉംറയ്ക്കും നിശ്ചയിക്കപ്പെട്ട പ്രത്യേകമായ മീഖാത്തുകളുണ്ട്. ആ മീഖാത്ത് എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ട പ്രത്യേകമായ സ്ഥലം. ആ സ്ഥലത്തിൽ നിന്നുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഇഹ്റാം ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന പവിത്രമായിരിക്കുന്ന ആ ഇടങ്ങളിൽ നിന്ന് സാധാരണ നമ്മളൊക്കെ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ മീഖാത്ത് എന്ന് പറഞ്ഞാൽ ഖർനുൽ മനാസിലാണ്. ഖർനുൽ മനാസിൽ എന്ന മീഖാത്താണ്. കപ്പൽ മാർഗമായിരുന്നു ആദ്യകാലത്തൊക്കെ നമ്മൾ പോയിരുന്നത്. കപ്പൽ മാർഗം പോകുമ്പോ നമുക്ക് ഇഹ്റാം ചെയ്യേണ്ട ഇടം എന്ന് പറയുന്ന സ്ഥലം യലംലം എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ നമ്മൾ കപ്പൽ മാർഗമല്ല, ഷിപ്പ് വഴിക്കല്ല പോവാറുള്ളത്. നമ്മളൊക്കെ എറോപ്ലെയിനിലൂടെയാണ്, വിമാനം മാർഗമാണ് യാത്ര പോവാറുള്ളത്. വിമാനം മാർഗം പരിശുദ്ധമായ ഹജ്ജിന് പോകുന്ന ആളുകൾ, ഉംറക്ക് പോകുന്നവർ, അവരുടെ മീഖാത്ത് എന്ന് പറയുന്നത്, ഇന്ത്യക്കാരുടെ മീഖാത്ത് എന്ന് പറയുന്നത് ഖർനുൽ മനാസിലാണ്. പക്ഷേ ഖർനുൽ മനാസിൽ നമുക്ക് ഇഹ്റാം ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. കാരണം അവിടുന്ന് ഇഹ്റാം ചെയ്യാൻ അവിടെ എയറോപ്ലെയിൻ ഇറങ്ങാനുള്ള സൗകര്യമില്ല, അവിടെ പ്ലെയിൻ നിർത്തിക്കൊള്ളുന്നില്ല, നമുക്കത് അറിഞ്ഞോളുന്നില്ല. പക്ഷേ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു, ആ മീഖാത്ത് ഇഹ്റാം ചെയ്യാൻ കഴിയില്ലെങ്കിൽ മീഖാത്തിൽ എത്തുന്നതിന് മുമ്പ് എവിടെ നിന്നും ഇഹ്റാം ചെയ്യാം. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ കർപ്പൂർ വഴിക്കാണോ പോയെങ്കിൽ കർപ്പൂരിൽ നിന്ന്, അല്ല നെടുമ്പശ്ശേരി വഴിക്കാണെങ്കിൽ അവിടെ നിന്ന്, കണ്ണൂരിൽ നിന്നാണ് പോകുന്നത് അവിടെ നിന്ന്, ആ എയർപോർട്ടുകൾ നമ്മൾ ഇഹ്റാം ചെയ്തിട്ടാണ് പോവാറുള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞ തമത്തു ആയിട്ടാണോ നമ്മൾ ഇഹ്റാം എങ്കിൽ പരിശുദ്ധമായിരിക്കുന്ന ഉംറക്കാണ് നമ്മൾ ആദ്യം ഇഹ്റാം ചെയ്യുക. ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും ഇഹ്റാം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഹജ്ജ് ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ്. അത് നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണമെന്നാണ്. ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും ഇഹ്റാം ചെയ്യുന്ന പവിത്രമായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ 10 കാര്യങ്ങൾ അറിഞ്ഞിരിക്കാതെ അവൻ ഇഹ്റാം ചെയ്തിട്ട് കാര്യമില്ല. ഏതാ 10 കാര്യങ്ങൾ? ഒന്ന്, പുരുഷന്മാർ ചുറ്റി തുന്നിയതായ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്നാണ്. പരിശുദ്ധമായ ഉംറക്ക് ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പുരുഷന്മാർ ചുറ്റി തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. പുരുഷന്മാർ തലമറക്കാൻ പാടില്ല. രണ്ടും പുരുഷന്മാരുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന്, പുരുഷന്മാർ ചുറ്റി തുന്നിയതോ കെട്ടിയതോ ആയ വസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞാൽ അടിയിൽ ബനിയിടാൻ പറ്റൂല, അല്ലെങ്കിൽ കുപ്പായിടാൻ പറ്റൂല, ഷെഡിടാൻ പറ്റൂല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു തുണി എടുക്കുന്നു, ഒരു തുണി കൊടുക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിന്റെ ഒരു രീതി. വലിയ വലിയ സമ്പന്നരാണല്ലോ, സാമ്പത്തിക ശാരീരിക കഴിവുള്ളവനാണ് പരിശുദ്ധമായ ഹജ്ജിന് പോവൽ നിർബന്ധമുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ സമ്പന്ന
സമ്പന്നൻ കോടീശ്വരൻ. ഈ കോടീശ്വരന്റെ വേഷം എന്താണ്? നമ്മുടെ രാജ്യത്ത് ദരിദ്രന്റെ വേഷമാണ്. ആകെ ഒരു തുണി എടുക്കുന്നു, ഒരു തുണി പുതക്കുന്നു. ആ ദരിദ്ര വേഷത്തിലാവണം പാവപ്പെട്ടവന്റെ ദരിദ്ര ജീവിതം ത്യാഗത്തിലൂടെ അറിയിക്കുകയാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയിൽ അടിവസ്ത്രം ഇടാൻ പാടില്ല, കുപ്പായിടാൻ പാടില്ല, ബനിയനിടാൻ പാടില്ല. ഒരു തുണി എടുക്കുന്നു, ഒരു തുണി പുതക്കുന്നു. പുരുഷന്മാർ ചുറ്റി തുന്നിയത് ഏതുവരെ? ഷൂ പോലും ധരിക്കാൻ പാടില്ല. നമ്മളൊക്കെ ധരിക്കുന്ന ഷൂ ചുറ്റുഭാഗത്തും മറന്നിട്ടുണ്ടാവും. ഷൂ പോലും ധരിക്കാൻ പാടില്ല എന്നാ, ചെരുപ്പേടാവൂ. ഷൂ ധരിച്ചു കഴിഞ്ഞാൽ ചുറ്റുഭാഗം മറന്നാവും. അപ്പൊ ചുറ്റി തുന്നിയതോ കിട്ടിയതോ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഏതുവരെ? ഹാജിമാരായ ആളുകളാണെങ്കിൽ അവർ ഇഹ്റാം ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാലിലൊക്കെ ചില ആളുകൾക്ക് മുട്ടുവേദനയായിട്ട് ബാൻഡേജ് ഒക്കെ ചുറ്റും, അതുപോലും പാടില്ല എന്നാണ്. ചുറ്റി തുന്നിയ അല്ലെങ്കിൽ കെട്ടിയ വസ്ത്രമായിട്ടാണ് അത് പരിഗണിക്കപ്പെടുക. പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജിനെ ഇഹ്റാം ചെയ്യുന്ന, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഹറാമാവുന്ന മറ്റൊന്ന്, പുരുഷന്മാരാകുമ്പോ തലമറക്കാൻ പാടില്ല, തലയിൽ തൊപ്പിടാൻ പാടില്ല. വല്ല തണുപ്പാകുമ്പോ ഇഹ്റാനിന്റെ വസ്ത്രം ചിലപ്പോ തലയിലിടും ചില ആൾക്കാർ. പ്ലെയിനിലുണ്ടാകുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടാകുമ്പോ തലയില് ആ ഇഹ്റാമിന്റെ തുണി എടുത്തിട്ട് തലയിടും. മുഹറമാത്തുൽ ഇഹ്റാമാണ്, കുറ്റകരമാണ്, ഫിദിയ വേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്, സ്ത്രീകൾ മുഖവും മുങ്കയും മറക്കാൻ പാടില്ല. സ്ത്രീകളും മുഖവും മുങ്കയും മറക്കാൻ പാടില്ല. 4, സ്ത്രീയും പുരുഷനും സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ശരീരം, വസ്ത്രം, അതുപോലെ തന്നെ അവർ വിരിക്കുന്ന വിരിപ്പിടം, ഇവിടെ ഒന്നും സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. പരിശുദ്ധമായ ഉംറക്കും ഹജ്ജിനും ഇഹ്റാം ചെയ്താൽ സുഗന്ധം ഉപയോഗിക്കേ ചെയ്യരുത്. സുഗന്ധമുള്ള ഒരു വസ്തു ഉപയോഗിക്കരുത്. ഏതുവരെ? നമ്മൾ കൈ കഴുകുമ്പോ നമ്മളെ ബേസിന്റെ മുമ്പിൽ സാധാരണ ഷാമ്പു ഉണ്ടാകും. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഷാമ്പു പോലും ഉപയോഗിക്കരുത്. കാരണം ആ ഷാമ്പു സുഗന്ധമായിരിക്കും. നമ്മൾ കുളിക്കാൻ വേണ്ടി ചിലപ്പോൾ സോപ്പ് ഉപയോഗിക്കും, ആ സോപ്പിൽ സുഗന്ധം ഉണ്ടാവും. അതുകൊണ്ട് അത് ഉപയോഗിക്കരുത്. പരിശുദ്ധമായ ഹജ്ജ് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരീരത്തിലോ അവിടെ വസ്ത്രത്തിലോ അവിടെ വിരിപ്പിടത്തിലോ സുഗന്ധം ഉപയോഗിക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. 5, താടിരോമം, അതുപോലെ തന്നെ തലമുടി, അതുപോലെ തന്നെ ശരീരത്തിലുള്ള മറ്റു മുടിയിഴകളൊന്നും നീക്കം ചെയ്യാൻ പാടില്ല എന്നാണ്. തടിയിൽ നിന്നോ തലയിൽ നിന്നോ മുടി നീക്കം ചെയ്യാൻ പാടില്ല. അറിയാതെ കൊഴിഞ്ഞു പോയെന്നുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും നമ്മളെ തലമുടിയോ മറ്റോ നീക്കം ചെയ്യാൻ പാടില്ല എന്നാണ് പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജിനും ഉംറയ്ക്കും ഇഹ്റാം ചെയ്യുന്ന നിർബന്ധം. അതിൽ ഹറാമാകുന്ന കാര്യങ്ങൾ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് നഖം നീക്കം ചെയ്യാൻ പാടില്ല എന്നാണ്. 7 കാര്യങ്ങൾ ഞാൻ കൃത്യമായി പറഞ്ഞു. 1, പുരുഷന്മാർ ചുറ്റി തുന്നിയതോ കെട്ടിയതോ ആയ വസ്ത്രം ധരിക്കരുത്. 2, പുരുഷന്മാർ തലമറക്കരുത്. 3, സ്ത്രീകളും മുഖവും മുങ്കയും മറക്കരുത്. 4, സ്ത്രീ പുരുഷനും ആരാണെങ്കിലും ഇടില്ല. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിലോ വസ്ത്രത്തിലോ വിരിപ്പിടത്തിലോ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതോടുകൂടെ തന്നെ തല, താടി, തലമുടി ഇതിലൊന്നും നീക്കം ചെയ്യാൻ പാടില്ല. അതോടുകൂടെ തന്നെ താടിയിലോ തടയിലോ ഒന്നും എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. എണ്ണമയുള്ള ഒന്നും ഉപയോഗിക്കരുത്. തൈലം തേക്കാൻ പറ്റൂല. എണ്ണമയുള്ള ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതോടുകൂടെ തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞത് ശരീരത്തിൽ നിന്ന് നഖം നീക്കം ചെയ്യാൻ പാടില്ല. 8ാമതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് വിവാഹബന്ധം നടത്തി പോവരുത് എന്നാണ്. ഹജ്ജ് ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്താൽ പിന്നീട് ഇഹ്റാമിലായ നിലക്ക് വൈവാഹിക ബന്ധം പാടില്ല. സ്ത്രീ പുരുഷ ബന്ധം നിർവഹിക്കാൻ പാടില്ല. സംയോഗം നടത്തി പോവരുതെന്നാണ്. 10ാമതായി ആ പരിശുദ്ധമായ ഹറമിലെ മൃഗങ്ങളെയോ അവിടെ ചെടികളെയൊന്നും നശിപ്പിക്കാൻ പാടില്ല. മൃഗവേട്ട നടത്തരുത്. ചെടികളെ നശിപ്പിക്കാൻ പാടില്ല. ഈ 10 കാര്യങ്ങൾ പരിശുദ്ധമായ കർമ്മത്തിന് ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇഹ്റാം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ അറിഞ്ഞിരുന്നതിന് ശേഷമാണ് അൽഹംദുലില്ലാഹ് ഒരു വസ്ത്രം എടുക്കുകയും പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്ത്രം പുതുക്കുകയും ചെയ്യാം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇഹ്റാമിന്റെ വേഷം എന്ന് പറഞ്ഞാൽ സാധാരണ അവൾ ധരിക്കുന്ന പർദ്ദ തന്നെയാണ്. മുഖവും മുങ്കയും ഒഴിച്ചുള്ള മറ്റുള്ള ഭാഗങ്ങൾ മുഴുവനും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ മറച്ചിരിക്കണമെന്നാണ്. പുരുഷൻ ഒരു തുണിയും പുതുക്കുകയും ഒരു തുണി എടുക്കാനേ പാടുള്ളൂ. ഈ രൂപത്തിൽ ഈ വേഷത്തോടുകൂടെ പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജിനും ഉംറയ്ക്കും അവർ ഇഹ്റാം ചെയ്യാം.
ഞാൻ നേരത്തെ പറയുകയുണ്ടായി, തമത്തുവായി ഇഹ്റാം ചെയ്യുന്ന ആളുകൾ പരിശുദ്ധമായിരിക്കുന്ന ആ മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യും. അങ്ങനെ പോയി അവർ പരിശുദ്ധമായ മക്കയിലെത്തി പരിശുദ്ധമായ കഅബം തവാഫ് ചെയ്ത് തുടർന്നുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ആ സഫാ മർവന്റെ ഇടയിൽ സഈ ചെയ്ത് ശേഷം മുടി മുറിച്ചുകൊണ്ട് തഹല്ലുലായി അവര് ഉംറയിൽ നിന്ന് വിരമിക്കുകയാണ്. ഉംറയിൽ ഏറ്റവും ഉംറക്ക് 4 റുക്നുകളാണ്. ഒന്ന് മീഖാത്തിൽ ഇഹ്റാം ചെയ്യുക, മറ്റൊന്ന് പരിശുദ്ധ കഅബാലയം 7 പ്രാവശ്യം തവാഫ് ചെയ്യുക, മറ്റൊന്ന് സഫാ മർവന്റെ ഇടയിൽ 7 സഈ ചെയ്യുക, മറ്റൊന്ന് മുടി മുറിക്കുക. അതോടുകൂടെ തന്നെ അവർ തഹല്ലുലായി ഉംറ നിർവഹിച്ചു കഴിഞ്ഞു. കേവലം ഈ 4 കർമ്മങ്ങളാണ് ഉംറക്കുള്ളതെങ്കിൽ ഒരു റുക്ന് കൂടി ഹജ്ജിന് കൂടുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോയി പരിശുദ്ധമായ മക്കയിൽ ചെന്ന് നമ്മൾ ഉംറ നിർവഹിച്ചു. അൽഹംദുലില്ലാഹ് വീണ്ടും പരിശുദ്ധമായ മക്കയിൽ നമ്മുടെ ഇവിടെ തങ്ങുകയാണ്. ആ തങ്ങുന്നതിന്റെ ഇടയിൽ നമുക്ക് വീണ്ടും ഉംറ വീണ്ടും പുറത്തു പോയിട്ട് ഹില്ലിൽ പോയിട്ട് ഹറമിന്റെ പുറത്തു പോയിട്ട് ഇഹ്റാം ചെയ്തുകൊണ്ട് നമുക്ക് വന്ന് വീണ്ടും ഉംറ നിർവഹിക്കാം. പരിശുദ്ധമായ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാം. തവാഫിന്റെ എണ്ണങ്ങൾ ഒരുപാട് വർദ്ധിപ്പിക്കാം. ഇതൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് പരിശുദ്ധമായിരിക്കുന്ന ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹജ്ജ് ചെയ്യാനാണ്. ദുൽഹജ്ജ് മാസം പ്രവേശിക്കുന്നവരെ നമ്മൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നില്ല. നമ്മൾ പരിശുദ്ധമായ മക്കയിൽ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിൽ പോയിട്ടുണ്ടാകും. പിന്നീട് പരിശുദ്ധമായ തമത്തുവായി ഇഹ്റാം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നത് ദുൽഹജ്ജ് 8ലേക്ക് പ്രവേശിക്കുമ്പോ ആ ദുൽഹജ്ജ് 8 നിന്ന് പരിശുദ്ധമായ മക്കയിൽ എവിടെയാണോ നമ്മൾ താമസിക്കുന്നത് അവിടെ വെച്ചുകൊണ്ട് ഹജ്ജിന് ഇഹ്റാം ചെയ്യുകയാണ്. എന്താണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, മനസ്സിൽ കരുതലാണ്. നബൈതുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല ഫതഖബ്ബൽഹു മിന്നി. നബൈതുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് വേണ്ടി ഒരു ഹജ്ജ് നിർവഹിക്കാൻ ഞാൻ കരുതി. അതുകൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്യുകയും ചെയ്തു. റബ്ബേ എന്നിൽ നിന്ന് അത് സ്വീകരിക്കണേ എന്ന ആ മനസ്സിൽ കരുതലാണ് ഇഹ്റാം എന്ന് പറയുന്നത്. മീഖാത്തിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ മക്കയിലാണ് താമസിക്കുന്നത്. മക്കയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മീഖാത്ത് എന്ന് പറയുന്നത് ഇഹ്റാം ചെയ്യേണ്ട ഇടം എന്ന് പറയുന്നത് മക്ക തന്നെയാണ്. ആ മക്കയിൽ ഇഹ്റാം ചെയ്യുമ്പോ അവൻ ചെയ്യേണ്ടത് ഒരു അറവ് അവനക്ക് നിർബന്ധമാണ്. ആടിനെ അറക്കേണ്ടി വരും. സർക്കാരിലൊക്കെ അങ്ങനെ പോകുന്ന ആളുകൾക്ക് പ്രത്യേകമായ പൈസ കിട്ടുമ്പോ തന്നെ അറവിന്റെ പൈസ കിട്ടിയിട്ടാണ് ഇപ്പൊ പോവാറുള്ളത്. കാരണം അവിടെ മൃഗങ്ങളെ തെരഞ്ഞെടുത്തിട്ട് കണ്ടുപിടിച്ചിട്ട് അറക്കാനൊക്കെ വളരെ പ്രയാസകരമാണ്. അതുകൊണ്ടാണ് അങ്ങനെ സർക്കാർ നമുക്കൊരു സൗകര്യം ചെയ്തു തരുന്നത്. ഏതായാലും പരിശുദ്ധമായിരിക്കുന്ന ശവ്വാൽ അല്ലെങ്കിൽ ദുൽഖഅദ മാസത്തിൽ നമ്മൾ മക്കയിലെത്തി ഉംറയൊക്കെ നിർവഹിച്ചു അവിടെ കഴിച്ചു കൂട്ടി. അതിന്റെ ഇടയിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ, പുണ്യസ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു. ബഹുമാനപ്പെട്ട ഖദീജ ബീവി അടക്കമുള്ളവരെ മറവ് ചെയ്തിരിക്കുന്ന ജന്നത്തുൽ മുഅല്ലയിൽ പോയി അവിടെ സിയാറത്ത് ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച സ്ഥലം കണ്ടു. പരിശുദ്ധമായിരിക്കുന്ന സഫാ മർവന്റെ ഇടയിലൊക്കെ ദുആക്ക് ഇജാബത്തിന്റെ സ്ഥലങ്ങൾ, പരിശുദ്ധ കഅബാലയത്തിന്റെ പരിസരത്ത് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഇടങ്ങളൊക്കെ നമ്മൾ സന്ദർശിച്ചു. എല്ലാ കർമ്മങ്ങളും അൽഹംദുലില്ലാഹ് നമ്മൾ നിർവഹിച്ച് അവിടെ ഇങ്ങനെ കഴിച്ചു കൂട്ടി. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഹജ്ജിന്റെ ദിവസങ്ങളെ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചത് 6 ദിവസമാണ്. 6 ദിവസമാണ് ഹജ്ജിന്റെ ദിവസം എന്ന് പറയുന്നത്. നമ്മൾ എത്ര നേരത്തെ പോകുന്നുണ്ടെങ്കിലും 6 ദിവസം ചെയ്യാനുള്ള കർമ്മങ്ങളാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഒന്ന് യൗമുത് തർബിയ, 6 ദിവസം. ഒന്നാമത്തെ ദിവസം യൗമുത് തർബിയ, രണ്ടാമത്തെ ദിവസം യൗമുൽ അറഫ, മൂന്നാമത്തെ ദിവസം യൗമുൻ നഹർ, നാലാമത്തെ ദിവസം യൗമുൽ ഖർറുൽ, അഞ്ചാമത്തെ ദിവസം യൗമുൽ നഫറുൽ അവൽ, ആറാമത്തെ ദിവസം യൗമുൻ നഫറുൽ സാനി. ഇങ്ങനെ 6 ദിവസമാണ്. ഓരോ ദിവസത്തിനും പ്രത്യേക പേരുണ്ട്. ഒന്നാമത്തെ ദിവസം യൗമുത് തർബിയ എന്നാണ്. യൗമുത് തർബിയ എന്ന് പറയുന്നത് ദുൽഹജ്ജ് 8. ദുൽഹജ്ജ് 8 ആ യൗമുത് തർബിയ എന്ന് പറയുന്ന ദിവസത്തില് അന്നാണ് പരിശുദ്ധമായ മക്കയിൽ നമ്മൾ താമസ സ്ഥലം ഉണ്ടാവും. ആ താമസ സ്ഥലത്തിൽ വെച്ച് ഒരുപക്ഷെ അസീസിയയിലായിരിക്കാം താമസം, അല്ലെങ്കിൽ നമ്മുടെ മക്കത്തെ ഹറമിന്റെ പരിസരത്ത് ഏതെങ്കിലും എവിടെയെങ്കിലും എവിടെയാണോ നമ്മൾ താമസിക്കുന്നത് അവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഇഹ്റാം ചെയ്യാം. ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് നീക്കം ചെയ്യേണ്ട മുടികളൊക്കെ നീക്കം ചെയ്യണമെന്നാണ്. നഖം മുറിച്ച് കളയണം. നീക്കം ചെയ്യേണ്ട മുടികൾ നീക്കം ചെയ്ത് കളയണം.
അതോടുകൂടെ തന്നെ നമ്മുടെ ശരീരത്തില് അള്ളാഹുവിനോട് ഒന്നുകൂടി ചെയ്തു പോയ തെറ്റുകളൊക്കെ പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് ഒന്നുകൂടി അടുക്കാൻ വേണ്ടി ശ്രമിച്ച് അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ദുൽഹജ്ജ് 8, ആ ദുൽഹജ്ജ് 8-നാണ് ഇപ്പൊ ആൾ തിരക്ക് കൂടാൻ കാരണമായി സർക്കാർ ചെയ്യുന്നൊരു പണിയുണ്ട്. ദുൽഹജ്ജ് 7-ന് തന്നെ സാധാരണ മിനയിലേക്ക് ആളുകൾ പോകാൻ പറയും. അങ്ങനത്തെ ഒരു സാഹചര്യം വരാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഹജ്ജിമാർ പോയത് ദുൽഹജ്ജ് 8-നൊന്നല്ല, ദുൽഹജ്ജ് 7-ന് പോകേണ്ടി വന്നു. അപ്പൊ ദുൽഹജ്ജിന് 7-നാണോ പോകുന്നെങ്കിൽ ആ നമ്മൾ എടുക്കുന്ന ആ 7-ന് തന്നെ നമ്മളോട് പുറപ്പെടാൻ വേണ്ടി ഒരു സമയം തരും. ആ സമയത്ത് അതിന്റെ മുമ്പ് തന്നെ ഒന്ന് ഇഹ്റാമിന്റെ കുളിയൊക്കെ കുളിച്ച് നഖമൊക്കെ നീക്കി ഇഹ്റാമിന്റെ കുളിയൊക്കെ ഒന്ന് കുളിച്ചിട്ട് ശരീരത്തിൽ സുഗന്ധമൊക്കെ ഒന്ന് വസ്ത്രത്തിലൊക്കെ സുഗന്ധമൊക്കെ ഒന്ന് പൂശിയിട്ട് ഇഹ്റാമിന്റെ വേഷങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് മുഹറമാത്തുൽ ഇഹ്റാം നമ്മൾ മനസ്സിലാക്കിയിട്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ഇഹ്റാം ചെയ്യുകയാണ്. നമ്മൾ താമസിക്കുന്ന റൂമിൽ തന്നെ ഇഹ്റാം ചെയ്തുകൊണ്ട് നമ്മുടെ വാഹനം വരും നമുക്ക് പോവാനുള്ള. ആ വാഹനം കയറി വേഗം നമ്മൾ പോകുന്നത് പരിശുദ്ധമായ മിനയിലേക്കാണ്. മക്കയിൽ നിന്ന് മിനയിലേക്കാണ് പോകുന്നത്. ആ മിനയിലാണ് യൗമു തർബിയ എന്ന് പറയുന്ന ആ തർബിയത്തിന്റെ പകലിലും രാത്രിയും കൂടി നമ്മൾ കഴിച്ചു കൂട്ടുന്നത്. ദുൽഹജ്ജ് 8-ന് ളുഹറും അസ്റും അതുപോലെ തന്നെ മഗ്രിബും ഇശാവും സുബ്ഹിയും ഈ 5 വക്ത നിസ്കാരവും മിനയിൽ നിന്ന് അതിൽ തമ്മിൽ നമ്മൾ നിസ്കരിക്കുകയാണ്. അവിടെ ഒരു ദിവസം കഴിച്ചു കൂട്ടുകയാണ്, ഒരു രാവും പകലും. ആ രാവും പകലും കഴിച്ചു കൂട്ടിയിട്ട് പരിശുദ്ധമായ പിറ്റേ ദിവസം അറഫ ദിവസമാണ്. ദുൽഹജ്ജ് 9 യൗമു അറഫയാണ്. ആ ദുൽഹജ്ജ് 9-ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ പിന്നീട് നമ്മളെ കൊണ്ടുപോകാൻ തുടങ്ങും പരിശുദ്ധമായിരിക്കുന്ന അറഫയിലേക്ക്. നമ്മുടെ വണ്ടി വരും, നമുക്ക് സമയം തന്നിട്ടുണ്ടാവും. ആ സമയത്തിൽ പരിശുദ്ധമായ അറഫയിലേക്ക്. അതിനു മുമ്പ് നമ്മളെ താമസത്തിൽ നിന്ന് ഒന്ന് കുളിക്കാൻ പറ്റുകയാണെങ്കിൽ കുളിക്കുന്നത് നല്ലതാണ്. കുളിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് സോപ്പ് ഉപയോഗിക്കരുത് എന്നാണ്. അതോടുകൂടെ തന്നെ തലമുടികളും മറ്റും കൊഴിയാതിരിക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കണം എന്നർത്ഥം. അങ്ങനെ ഒന്ന് കുളിച്ച് റാഹത്തായി പരിശുദ്ധമായിരിക്കുന്ന അറഫയിലേക്ക് നമ്മൾ പോവാണ്. അറഫന്റെ സമയം പ്രവേശിക്കുന്നത് ളുഹർ കടക്കലോടുകൂടെയാണ്. പക്ഷെ അറഫന്റെ സമയമാകുന്നതിന് മുമ്പ് തന്നെ ളുഹറിന്റെ മുമ്പ് തന്നെ ഹാജിമാരെ മുഴുവനും പരിശുദ്ധമായ ആ പുണ്യഭൂമിയായ അറഫയിൽ എത്തിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് അറഫയിൽ ഒരുമിച്ച് കൂടുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറയുന്നുണ്ട്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഏറ്റവും കോപാകുലനായി തോന്നുന്നത് കാണപ്പെടുന്നത് ലോകത്ത് വർഷത്തിൽ ഒരു ദിവസമാണ്. അതേതാണ്? അറഫ ദിവസമാണ്. ഹാജിമാര് മുഴുവനും അറഫയിൽ ഒരുമിച്ച് കൂടി ഈ ഉമ്മത്തിന് വേണ്ടിയും അവർക്ക് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യുമ്പോ അല്ലാഹു തൗബയുടെയും സഹായത്തിന്റെയും കവാടങ്ങൾ തുറന്നു കൊടുക്കലോടുകൂടെ അവർക്ക് ഇജാബത്ത് നൽകപ്പെടുമ്പോ കോപാകുലനായി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ ശപിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധമായ ദുൽഹജ്ജ് 9 ആ ളുഹർ ബാങ്ക് കൊടുക്കലോടുകൂടെ അവിടുന്ന് ളുഹർ നിസ്കരിക്കുന്നു. അൽഹംദുലില്ലാഹ് അസ്റും അവിടുത്തെ തന്നെ നിസ്കരിക്കുന്നു. ആ ളുഹറിന് ശേഷം അല്ലാഹുവിനോട് നിഷ്കളങ്കമായി ദുആ ചെയ്യുക. അതേനാണ് അവിടുത്തെ കർമ്മം. റബ്ബിനോട് നിഷ്കളങ്കമായി ദുആ ചെയ്യുക. ഖുർആൻ പാരായണവും അദ്കാറിലും പ്രവേശിക്കുക. അല്ലാഹുവിനോട് അല്പം ദുആ ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്ക് അവിടെ താമസിക്കുന്ന വെയിൽ കൊള്ളാതിരിക്കാൻ തമ്പുകളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാലും അല്പം വെയിൽ കൊണ്ടുകൊണ്ട് അല്ലാഹുവിനോട് നിഷ്കളങ്കമായി ദ്വാർക്കണമാണ്. കൂട്ടമായും ഒറ്റക്കും നമ്മളെ സങ്കടങ്ങൾ മുഴുവനും പറയുമ്പോ എന്ത് ദുആ ചെയ്താലും ഇല്ല തുജീബ ലഹു അവനക്ക് ഉത്തരമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ലെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. അത്ര പുണ്യമായ കർമ്മമാണ് യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ അറഫയിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അസർ കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹ് നമ്മുടെ വാഹനത്തിലൊക്കെ ആളുകൾ പോരാൻ തുടങ്ങും. പക്ഷേ ശരിക്ക് ചെയ്യേണ്ടത് മഗ്രിബ് കൂടി അറഫയിൽ നിസ്കരിച്ച് പോരലാണ് ഏറ്റവും അഫ്ളലായ രീതി. പക്ഷെ അതിനൊന്നും തിരക്ക് കാരണം കഴിഞ്ഞോണമെന്നില്ല. അറഫയിൽ എന്ന് പറഞ്ഞാൽ കുറെ മണിക്കൂറുകൾ നിൽക്കണമെന്നില്ല, കുറച്ച് സമയം അവിടെ താമസിച്ചാൽ മാത്രം മതി. പക്ഷേ ആ സമയത്താവണം. അറഫന്റെ സമയം എന്ന് പറയുന്നത് ആ ദുൽഹജ്ജ് 9 അറഫ ദിവസം ളുഹറിന് ശേഷം പെരുന്നാളിന്റെ രാത്രി ഉണ്ടല്ലോ, ആ പെരുന്നാളിന്റെ രാത്രി ഫജ്ർ സാദിഖ് വെളിവാകുന്നതിന്റെ മുമ്പ് അതിന്റെ ഇടയിലുള്ള സമയത്ത് എപ്പോ അറഫയിൽ നിന്നാലും മതി, കുറച്ച് നിന്നാലും മതി. അറഫയിൽ പരമാവധി ഉപയോഗപ്പെടുത്തലാണ് ഫള് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അസറിന് ശേഷം അല്ലെങ്കിൽ മഗ്രിബ് അവിടെ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ പോരാ. നമ്മളെ മദ്ഹബില് ജംഅ് എന്ന് പറയുന്ന സംവിധാന രീതിയില്ല. എന്നാൽ ഹനഫി മദ്ഹബിൽ പ്രത്യേക ജംഉണ്ട്. ആ ഹനഫി മദ്ഹബ് പ്രകാരം ഹംബലി മദ്ഹബ്
പ്രകാരം മാലിക്കി മദ്ഹബ് പ്രകാരം ഒക്കെ ജമ്മാക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ മഗ്രിബിനും ഇശാവും കൂടി മുസ്ദലിഫയിൽ പോയി ജമ്മാക്കി നിസ്കരിക്കാൻ അവർ ചെയ്യാം. നമ്മളെ മദ്ഹബിൽ അതില്ലാത്തത് കൊണ്ട് നമ്മൾ ആ ജമ്മിന്റെ വഴി തെരഞ്ഞെടുക്കേണ്ടതില്ല എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും അസ്ർക്ക് ശേഷമോ മഗ്രിബിക്ക് ശേഷമോ അൽഹംദുലില്ലാഹ് നമ്മള് ആ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോവാൻ. ഇത് വല്ലാത്തൊരു യാത്രക്കാരം. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് ആരോഗ്യമുള്ളപ്പോ ഞാനൊക്കെ പോകുമ്പോ സാധാരണ ഞാൻ വണ്ടി കയറാറില്ല, ഞാൻ നടക്കലാണ്. ശരിക്കും അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് 12 കിലോമീറ്റർ ഉണ്ട്. ഈ 12 കിലോമീറ്റർ നടന്നു പോകുമ്പോ അതൊരു ദൂരമായി തോന്നാറില്ല. കാരണം 50 മീറ്റർ ഇടപെട്ടുകൊണ്ട് മലമൂത്ര വിസർജനത്തിനും വിശ്രമിക്കാനുള്ള കേന്ദ്രങ്ങളും കുളിക്കാനുള്ള സൗകര്യങ്ങളും അപ്പൊ ഇരുന്നിട്ടും പിന്നീട് നടന്നിട്ടും പിന്നെ ഇരുന്നിട്ടും അങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരു പക്ഷേ വണ്ടിയിൽ പോകുന്നതിനേക്കാൾ നേരത്തെ നടന്നു പോണേ നമ്മളേക്കാരോ. അങ്ങനെ സൗകര്യമുണ്ട്. ശരിക്കും തരീഖുൽ മശായീൻ പരിശുദ്ധമായ മുസ്ദലിഫയിലേക്ക് നടന്നു പോവേണ്ട ആളുകൾക്ക് റൂട്ടുകൾ തന്നെയുണ്ട്. ഇന്ന് പ്രത്യേകമായിരിക്കുന്ന അതിവേഗതയിലെ ട്രെയിൻ മാർഗമുണ്ട്. ഏതെങ്കിലും മാർഗത്തിലൂടെ അൽഹംദുലില്ലാഹ് നമ്മൾ മുസ്ദലിഫയിലെത്തുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രയാസകരമായി തോന്നുന്നത് ആ മുസ്ദലിഫയിലെ രാപ്പാർക്കലാണ്. മുസ്ദലിഫയിൽ രാപ്പാർക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. നമ്മൾ മുസ്ദലിഫയിൽ എത്തുന്നതിന് മുമ്പേനെ കുറെ ആളുകള് അവിടെ ഇവിടെയൊക്കെ വല്ല കുന്നുമലൊക്കെ കെടുത്തുറക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും അൽഹംദുലില്ലാഹ് ഇതേനാണ് മുസ്ദലിഫ, ഇതേനാണ് മുസ്ദലിഫ. എത്രയോ കിലോമീറ്ററുകൾ മുമ്പ് തന്നെ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിച്ചു അവിടെ തന്നെയാണ്. ഒരിക്കലും പെട്ടുപോകരുതേ. അറിവില്ലാത്തവർ ചെയ്തു പോകുന്നതാണ്. ശരിക്ക് നീലയിൽ വെള്ള എഴുത്തെഴുതിയ, നീല വലിയ ബോർഡിൽ വെള്ള എഴുത്തെഴുതിയ ഒരു പ്രത്യേകമായ ബോർഡ് കാണാം എല്ലാ ഭാഗങ്ങളിലും. എന്താണ്? ആദാ ബിദായത്തുൽ മുസ്ദലിഫ, മുസ്ദലിഫയുടെ തുടക്കം. മിനയിലാകുമ്പോ ബിദായത്തുൽ മിന മഞ്ഞ ബോർഡിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് ശരിക്കും വൈലറ്റ് ബോർഡിലാണ്. ആ വൈലറ്റ് ബോർഡിൽ വെള്ള എഴുത്തുകൊണ്ട് ബിദായത്തുൽ മുസ്ദലിഫ എന്ന് പറയുന്ന പ്രത്യേക ആരോ മാർക്കുള്ള ബോർഡ് കാണും. അത് കണ്ടാൽ മാത്രമേ അതിന്റെ അപ്പുറത്തേക്ക് കടക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ മുസ്ദലിഫയിൽ ആ പാർക്കിലാവുള്ളൂ. ആ മുസ്ദലിഫയിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഇശാ നിസ്കരിക്കേണ്ടത്. ഇശാ നിസ്കരിച്ചിട്ട് മശ്അറുൽ ഹറാം പള്ളി, വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ പുണ്യപള്ളിയാണ് മശ്അറുൽ ഹറാം പള്ളി. ആ മശ്അറുൽ ഹറാമിന്റെ അവിടെ ചെന്നിട്ട് ധാരാളമായി റബ്ബിനോട് ദുആ ചെയ്യുക, നിഷ്കളങ്കമായി ദുആ ചെയ്യുക. നമ്മൾ അവിടെ ചെല്ലുമ്പോ ആ മുസ്ദലിഫയിൽ വലിയ തിരക്കായി, വളരെ ചെറിയ ഒരു സ്ഥലമാണ്. 20 ഔദ്യോഗിക കണക്ക് പ്രകാരം 20-25 ലക്ഷം ആളുകൾ ഉണ്ടാവും. അനൗദ്യോഗികമായി അതിന്റെ പുറമെ ഒരു 15 ലക്ഷം ആളുകൾ അതുണ്ടാവും. ഒരു 35-40 ലക്ഷം ആളുകൾ ഒരു സമയത്ത് ഒരുമിച്ച് കൂടാൻ മാത്രമുള്ള സൗകര്യം ഒന്നും മുസ്ദലിഫയിലില്ല. എന്നാലും തിക്കായിരിക്കും. ആ തിക്കും തിരക്കില് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണല്ലോ. ഈ തിരക്കിന്റെ ഇടയിൽ നിന്ന് ആഗ്രഹിക്കുമ്പോ നമുക്ക് സ്ഥലം കിട്ടൂല. പിന്നെ ആരുടെയെങ്കിലും വല്ല കാലിന്റെ ഒക്കെ ഇടയിൽ സ്ഥലം കിട്ടിയ പതുക്കെ നമ്മൾ ഇരുന്നാൽ ആ ഇരിക്കണേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അവിടെ ഇങ്ങനെ ഉറക്കി വരുമോ? തീർച്ചയായിട്ടും ഉറക്കം വന്നു പോകും. കാരണം അതിന്റെ പ്രകൃതി അങ്ങനെയാണ്. കാരണം നമ്മുടെ വല്യമ്മയായ മഹദിയായിരിക്കുന്ന അവ്വാബിയുമ്മയും വല്യപ്പയായ സയ്യിദുന ആദം നബി അലൈഹിസ്സലാമും ആദ്യമായി കണ്ടുമുട്ടി ആദ്യ രാത്രി കൂടിയ ഇടമാണ് മുസ്ദലിഫ. നമുക്കറിയാലോ, അറഫ എന്ന് പേര് വന്നതും അങ്ങനെയാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാം ഭൂമി ലോകത്തിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഈ ഭൂമി ലോകത്ത് 300 കൊല്ലം കരഞ്ഞു നടന്നിട്ടുണ്ട്. 200 കൊല്ലം റബ്ബിനോട് തൗബ ചെയ്തുകൊണ്ട് കരഞ്ഞു നടന്നു. വീണ്ടും തൗബ സ്വീകരിക്കപ്പെട്ടപ്പോ 100 കൊല്ലം തന്റെ ഇണയായ ഹബ്ബയെ തെരഞ്ഞു നടന്നു. അവസാനം അവര് പരിശുദ്ധമായ അറഫ കുന്നിലെ ജബലുർ റഹ്മ എന്ന് പറയുന്നത്, അവിടെയാണ് അറഫയിൽ നിൽക്കാൻ ഏറ്റവും പുണ്യം. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണമായി ഉപയോഗപ്പെടുത്തിയ, ആ മിമ്പറായി ഉപയോഗപ്പെടുത്തിയ ജബലുർ റഹ്മിന്റെ മുകളില് ക്ഷീണിച്ച അവശനായി ആദം നബി അലൈഹിസ്സലാം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്നിങ്ങനെ ഇരുന്നിങ്ങനെ നോക്കുമ്പോ അങ്ങ് അകലെ ഒരു മനുഷ്യരൂപം കണ്ടു. ആദം നബി അലൈഹിസ്സലാമിന് ബോധ്യമായി, ഈ ഭൂമിയിൽ എന്റെ ഹബ്ബയും ഞാനുമല്ലാത്ത മറ്റു മനുഷ്യരെ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ആ കാണുന്നത് എന്റെ ഇടയായ ഹബ്ബയായിരിക്കുമെന്ന് സന്തോഷം കൊണ്ട് ആ ജബലുർ റഹ്മിന്റെ മുകളിൽ ആദം നബി അലൈഹിസ്സലാം സുജൂദിൽ വീണു. ഇന്നും അവിടെ ഒരു സ്തൂപം കാണാ, ഒരു തൂണ്. ആദം നബി അലൈഹിസ്സലാം സുജൂദിൽ ഇത്തരുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട തൂണാണ്. ആദം നബി അലൈഹിസ്സലാം ഇവിടെ മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് അറഫ എന്ന പേര് കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടോ? മഹാനായ സയ്യിദുന ആദം നബി അലൈഹിസ്സലാം നടന്നീങ്ങി പിന്നീട് മുസ്ദലിഫയിൽ ചെന്നിട്ട് ആദം നബി അലൈഹിസ്സലാം അവ്വാബിയുമ്മയും ഒരുമിച്ച് കൂടി. മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ തന്നെ ഇണക്കി ചേർക്കപ്പെട്ടത് എന്ന ഇണതുണകൾ ഇണങ്ങി ചേർന്നു. അവര് രാപ്പാർത്തു. അവരെ ആ വല്യമ്മയും വല്യപ്പയും രാപ്പാർത്തതിനെ അനുസ്മരിക്കുകയാണ്.
മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്ന് പറയുന്നത്. കുറച്ച് പ്രയാസകരമായിരിക്കും. വലിയ മുതലാളിയാണ് പോയിട്ടുള്ളത്, പാവപ്പെട്ടവന്റെ ആ മണ്ണിൽ കിടക്കുന്ന രീതി പഠിക്കട്ടെ എന്നാണ്. അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ് മുസ്ദലിഫയിലുള്ള ഞാൻ ചുരുക്കുകയാണ്. പെട്ടെന്ന് ആ കർമ്മത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിലേക്ക് പ്രവേശിക്കാനുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായിരിക്കുന്ന മുസ്ദലിഫയിൽ മസ്ഉറുൽ ഹറാമിൽ ദുആയിരുന്നു. അവിടെ നമ്മൾ സൗകര്യമുള്ളോടത്ത് താമസിച്ച് അതിന്റെ അടിയിൽ അവിടെ നമ്മൾ കല്ല് പെറുക്കുകയാണ്. മിനയിൽ നമുക്ക് ജംറനെ എറിയാനുള്ള കല്ല് മുസ്ദലിഫയിൽ നിന്നാണ്. ഇപ്പോൾ തന്നെ കല്ലുകളൊക്കെ പൊട്ടിച്ച് ചെറിയ ഒരു വലിയ അവരക്ക മണിയുടെ വലിപ്പമുള്ള ചെറിയ കല്ലുകളാണ്. ആദ്യത്തെ ദിവസത്തിനുള്ള ഏറിനുള്ള 7 കല്ല് പെറുക്കണമെന്നാണ്. ബാക്കിയുള്ള കല്ലുകളും അവിടുന്ന് പെറുക്കലാണ് നല്ലത്. മൊത്തം എല്ലാ ഏറിനും കൂടി 70 കല്ല് പെറുക്കേണ്ടി വരും. 70 തന്നെ കറക്റ്റ് ആക്കി പെറുക്കരുത്. ഒരു 5-6 കല്ല് ഏറെ പെറുക്കണം. കാരണം എണ്ണത്തിൽ പഴച്ചാലോ അതിന് ഏറ്റവും നല്ലത് നമുക്ക് വേണ്ട കല്ലുകൾ അവിടെ നിന്നാണ് പെറുക്കേണ്ടത്. അവിടെ നമ്മൾ താമസിക്കുന്നു, കല്ല് പെറുക്കുന്നു. ചില നമ്മുടെ അവിടുത്തെ സന്നദ്ധ സേവനരായ ആളുകൾ അവരൊരു പ്രത്യേക കിറ്റാക്കിയിട്ട് കല്ല് നമുക്ക് കൊണ്ടുതരും. നമ്മൾ പെറുക്കിയെടുക്കേണ്ടി വരില്ല. അത്രമാത്രം സേവകന്മാർ, നമ്മുടെ വികായയുടെ വളണ്ടിയർമാർ, നമ്മുടെ KMCC-യുടെ വളണ്ടിയർമാർ, അങ്ങനെ നമ്മുടെ സന്നദ്ധ സേവകർ വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ സേവിക്കാൻ അവിടെ ഉണ്ടാകും. അവരൊക്കെ അത് ചെയ്തു തരും. അൽഹംദുലില്ലാഹ് സുബ്ഹി സമയം വരെ ആ മുസ്ദലിഫയിൽ നമ്മൾ സുബ്ഹി നിസ്കരിക്കുക. മുസ്ദലിഫയിൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പോരാൻ എവിടേക്കാ പോകുന്നത്? മിനയിലേക്കാണ്. പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മം അറഫയിൽ താമസിക്കലാണ്. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിൽ താമസിക്കലാണ്. ആ കർമ്മം നമുക്ക് കഴിഞ്ഞു. നമ്മൾ ഒന്ന് ഇഹ്റാം ചെയ്തു. രണ്ടാമത്തെ ഫർളായിരിക്കുന്ന അറഫയിൽ താമസിച്ചു. മൂന്നാമത്തെ വാജിബാത്തിൽപ്പെട്ട പരിശുദ്ധമായിരിക്കുന്ന മുസ്ദലിഫയിൽ പാർത്തു. ആ മുസ്ദലിഫയിൽ നിന്ന് പിന്നീട് നമ്മൾ പോരുന്നത് മിനയിലേക്കാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഫജ്ർ സാദിഖ് വെളിവാവലോടുകൂടെ പിന്നെ എല്ലാവരും നടക്കാൻ കിലോമീറ്ററുകൾ ഉണ്ടെങ്കിലും ആ നടത്തൊരു പ്രയാസാവൂല. ചില ആളുകളൊക്കെ അങ്ങനെ നടക്കും. വളരെ അപൂർവമായി വാഹനം ഉണ്ടാകും. ഏതായാലും പരിശുദ്ധമായ മിനയിൽ നമ്മൾ പോകുമ്പോ നമ്മൾ താമസിച്ച തമ്പ് എന്ന് പറഞ്ഞാൽ അറഫയിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യ ദിവസമായ യൗമുത് തർവിയ എന്ന് പറയുന്ന ദുൽഹജ്ജ് 8-ന് താമസിക്കുന്ന തമ്പുണ്ടാവും, കൂടാറുണ്ടാവും. അങ്ങോട്ട് തന്നെ നമുക്ക് തിരിച്ചെത്തണം. ആ തമ്പിന്റെ നമ്പറും നമ്മുടെ പ്രത്യേകമായ പത്താക്കി നമ്മളെ കയ്യിലുള്ളൂ, വേറൊന്നും നമുക്കറിയില്ല. അപ്പോ നമ്മൾ ഇങ്ങനെ പോരുന്ന സമയത്ത് നമ്മുടെ വികായയുടെ വളണ്ടിയർമാർ, സന്നദ്ധ സേവകന്മാർ വികായയുടെ കോട്ടൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാവും. അവരിങ്ങനെ കാണിച്ചു തരും. നമ്മളെ കാണുമ്പോ തന്നെ അവര് എന്തേ ആ വഴി അറിയില്ലല്ലോ നമുക്ക്. എല്ലാവരും ഒഴുകും. എല്ലാവർക്കും ഒരു സ്ഥലത്തേക്കല്ല, മിനയിലെ പല തമ്പുകളിലേക്കാ പോവാറുള്ളത്. അവര് നമ്മുടേതായ കാർഡ് നോക്കിയിട്ട് പറയും ഈ വഴിക്ക് പോയി, ഇങ്ങനെയാണ് നിങ്ങൾക്ക് പോണ്ടത്, നിങ്ങൾ ഈ വഴിക്ക് പോയാൽ തമ്പിലെത്തും. അവര് പറഞ്ഞത് പ്രകാരം കൃത്യമായി നമ്മൾ പോകുമ്പോ നമ്മൾ നേരത്തെ പോന്ന ആ തമ്പിൽ തന്നെ നമ്മൾ തിരിച്ചെത്തുന്നതാണ്. അൽഹംദുലില്ലാഹ് അവിടെ പരിശുദ്ധമായിരിക്കുന്ന പെരുന്നാൾ ദിവസമാണത്. ആ പെരുന്നാൾ ദിവസമായ ദുൽഹജ്ജ് 10, ആ ദുൽഹജ്ജ് 10 രാവിലെ തന്നെ ളുഹൂറിന്റെ മുമ്പ് തന്നെ പരിശുദ്ധമായിരിക്കുന്ന ജംറയിൽ നിന്ന് ഒന്നാമത്തെ ജംറയായിരിക്കുന്ന ജംറയെ നമ്മൾ എറിയുകയാണ്. ഒന്നാമത്തെ ജംറയും രണ്ടാമത്തെ ജംറയും കഴിഞ്ഞ് മൂന്നാമത്തെ ജംറ, അതാണ് ജംറത്തുൽ ഉഖബ എന്ന് പറയുന്നത്. ആ ജംറത്തുൽ ഉഖബയാണ് ആദ്യത്തെ ഏറ് നമ്മൾ എറിയേണ്ടത്. 7 ഏറാണ് എറിയേണ്ടത്. കല്ല് നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് പെറുക്കിയിട്ടുണ്ട്. നമുക്ക് എറിയാനുള്ള പ്രത്യേകമായ സമയം സർക്കാർ നമുക്ക് നൽകും. ആ സമയത്താണ് നമ്മൾ എറിയാൻ വേണ്ടി പോവേണ്ടത്. നമുക്ക് പ്രത്യേകമായിരിക്കുന്ന മുത്തവഫ് ഉണ്ടാകും. ആ മുത്തവഫാണ് നമുക്ക് മെസ്സേജ് തരിക. 200 പേരാണ് 2000 പേർക്ക് ഒരു മുത്തവഫ് എന്ന രൂപത്തിൽ സർക്കാർ നിയമിച്ചിട്ടുണ്ടാകും. ആ മുത്തവഫാണ് നമ്മളെ കൊണ്ടുപോകുക. നമ്മളെ കൊണ്ടുപോകാനുള്ള നമുക്ക് സമയം തരിക. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ളുഹൂറിന്റെ മുമ്പ് തന്നെ നമ്മള് ജംറത്തുൽ ഉഖബ എറിയാൻ പോവുകയാണ്. ആ 3-4 തട്ടുകളാണ്. ഏത് തട്ടാണ് നമുക്ക് കിട്ടിയതിൽ അവിടെ ആയിരിക്കും. അവിടെ ആ പരിശുദ്ധമായ ജംറയെ എറിയുകയാണ്. എറിയുമ്പോ വളരെയധികം ശ്രദ്ധിക്കേണ്ട, വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഷർത്തുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും എറിഞ്ഞാ പോരാ, കിട്ടിയതൊക്കെ എറിയാൻ പാടില്ല. അങ്ങനെ എറിയുന്ന ആളുകളുണ്ട്.
ദേഷ്യം പിടിച്ചിട്ട് കയ്യിൽ കൊടണ്ടെങ്കിൽ കൊടയിട്ടെറിയും, ചെരുപ്പേറ്ററിയും, എറിഞ്ഞിട്ട് ശൈത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഏറുണ്ട്. ഓവറാകുകയാണ് ഇഖ്ലാസ്. അങ്ങനൊന്നും എറിയാൻ പാടില്ല. എറിയാനുള്ള പ്രത്യേകമായ ഷർത്ത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയത്, ഒന്ന്, മൊത്തം ജംറനെ എറിയാൻ 6 ഷർത്തുകൾ, 7 ഷർത്തുകളാണ്. ഒന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയത് കൈകൊണ്ട് തന്നെ എറിയണമെന്നാണ്. എറിയേണ്ടത് കൈകൊണ്ടായിരിക്കണം. 2, ഏറിന്റെ രൂപത്തിലാവണം. നമ്മളൊരു കയ്യില് കല്ല് വെച്ചിട്ട് മറ്റേ കയ്യിട്ട് ഇങ്ങനെ മുടിച്ചാ പറ്റൂല. പിന്നെ ഏറിന്റെ രൂപത്തിൽ തന്നെ എറിയണമെന്നാണ്. 3, കല്ലുകൊണ്ട് തന്നെ എറിയണമെന്നാണ്. ചെരുപ്പ് കൊണ്ടോ വടി കൊണ്ടോ എറിഞ്ഞാൽ ആ ജംറനെ എറിയലാകുക എന്നാണ്. 4-മതായി പണ്ഡിതന്മാർ പക്ഷത്ത് ലക്ഷ്യസ്ഥാനത്തെ കരുതണമെന്നാണ്. ജംറ എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു ചെറിയ ചുമര് പോലെ, ഒരു ചെറിയ ചുമരാണ്, ഒരു പലകമാണ്. അതിൽ തന്നെ തട്ടണം. അതിനെ എറിയണം, ലക്ഷ്യം വെച്ചുകൊണ്ട് എറിയണം. അങ്ങനെ ലക്ഷ്യസ്ഥാനത്തെ കരുതിക്കൊണ്ടാണ് എറിയേണ്ടത്. 5 പണ്ഡിതന്മാർ പറയുന്നത് ലക്ഷ്യത്തിൽ കല്ല് വന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എറിയുന്ന സമയത്ത് നമ്മുടെ ആ ജംറമ തന്നെ തട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. വളരെ ഉയർത്തിലെറിഞ്ഞാൽ ജംറയുടെ അപ്പുറത്ത് കൂടിയാണ് പോകും, അതിന് തട്ടൂല. വളരെ പതുക്കെറിയുമ്പോ ചിലപ്പം അതിന് അപ്പുറത്തുള്ള തിണ്ണയിൽ തെറിച്ചിട്ട് ഇങ്ങോട്ട് വെറുക്കും. എറിയുമ്പോ നന്നായി ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ലക്ഷ്യത്തിൽ അത് പതിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. 6-മതായി പണ്ഡിതന്മാർ പറഞ്ഞത് 7 തവണ തന്നെ എറിയണം. 7 തവണ തന്നെ എറിയണം. അതോടുകൂടെ തന്നെ ബഹുമാനപ്പെട്ട കർമ്മസാരമാണ് പറഞ്ഞത് എറിയാനുള്ള സമയമാവണം. ഇങ്ങനെ 7 ഷർത്തുകളാണ് ജംറൻ എറിയാനുള്ളത്. എറിയുമ്പോ പുരുഷന്മാർ എറിയുമ്പോ കൈ ഉയർത്തിക്കൊണ്ടാണ് എറിയേണ്ടത്. കൈ ഉയർത്തിയിട്ട് എറിയണമെന്നാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാതെ ശൈത്താൻ എന്ന് പറഞ്ഞുകൊണ്ടല്ല എറിയേണ്ടത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കല്ലെറിയേണ്ടത്. ഓരോ ഏറിനോടുകൂടെയും തക്ബീർ ധ്വനി എറിഞ്ഞുകൊണ്ട് എറിയണമെന്നാണ് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചുള്ളത്. അങ്ങനെ പരിശുദ്ധമായ ജംറൻ എറിയുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോ ആരെങ്കിലും എറിഞ്ഞിട്ട് നിലത്ത് കിടക്കുന്നുണ്ടാവും കല്ല്. ആ എറിഞ്ഞ കല്ലെടുത്തിട്ട് നമുക്ക് എറിയാൻ പാടില്ല. നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ കല്ലുകൊണ്ടാണ്. അതുകൊണ്ട് 7 കണക്കാക്കി കൊണ്ടുപോകരുത്. ഒരു 5-8 കല്ല് ഏറെ കൊണ്ടുപോവുക. എന്നാലേ അഥവാ തേഞ്ഞിരിക്കലൊന്നും പെറുക്കാൻ പറ്റൂല. അങ്ങനെ പരിശുദ്ധമായ ജംറൻ എറിഞ്ഞ് അൽഹംദുലില്ലാഹ് നമ്മുടെ പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജിന്റെ മറ്റൊരു കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. നമ്മുടെ പെരുന്നാളിന്റെ ദിവസമാണ്. പരിശുദ്ധമായ ദുൽഹജ്ജ് 10 യൗമുൻ നഹ്റാൻ. ആ ദുൽഹജ്ജ് 10 നമ്മൾ ഏറെ കഴിഞ്ഞിട്ട് പരിശുദ്ധമായിരിക്കുന്ന മക്കയിലേക്ക് നമ്മൾ പുറപ്പെടുകയാണ്. മക്കയിലേക്ക് പുറപ്പെട്ട് പരിശുദ്ധമായിരിക്കുന്ന ആ തവാഫ്, പരിശുദ്ധമായ വാജിബായ തവാഫ്, തവാഫുൽ ഇഫാദത്ത് എന്നാണ് തവാഫിന്റെ പേര്. ഒരു 1.5 തവാഫായിരിക്കും അത്. 1.5 തവാഫായി ആ മക്കയിൽ ചെന്നിട്ട് പരിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്യാം. കഅബാലയത്തിന്റെ അടുത്തൊന്നും കിട്ടൂല, ഹറം പള്ളിയുടെ ഉള്ളിലേക്ക് കിട്ടുള്ളൂ. പുറത്ത് തവാഫ് ചെയ്താൽ തവാഫ് ആവൂല. മസ്ജിദുൽ ഹറം പള്ളിയിൽ തന്നെ ആയിരിക്കണം തവാഫ്. അൽഹംദുലില്ലാഹ് ആ 7 തവാഫ് ചെയ്ത് സഫാ മർവന്റെ ഇടയിൽ സഈ ചെയ്ത് നമ്മുടെ മുടി മുറിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ലത് ഏറെ കഴിഞ്ഞാലും നമുക്ക് ബലിയിറക്കാൻ കഴിയും. പക്ഷെ ബലിയിറക്കാൻ ഏറ്റവും നല്ലത് മുടി മുറിച്ചതിന് ശേഷമാണെന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ സർക്കാരിലെ ഹജ്ജ് ചെയ്യണ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പിന്നെ ആ അറിവിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതില്ല. സർക്കാർ അത് ഏറ്റെടുത്തുകൊണ്ട് അത് അങ്ങനെ തന്നെ നടന്നു പോയിക്കോളും. പ്രൈവറ്റിൽ പോകുന്ന ആളുകൾ അവർക്ക് അറിവുണ്ടാവില്ല. കാരണം സാധാരണ അവർ ഇഫ്രാദായിട്ടാണ് അവർ ഹജ്ജ് ചെയ്യാറുള്ളതും. അപ്പൊ പിന്നെ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. ഏതായാലും നമ്മൾ മിനയിൽ നിന്ന് ഏറ് കടിഞ്ഞിട്ട് മക്കയിൽ വന്നിട്ട് ആ ദുൽഹജ്ജ് 10 തന്നെ പരിശുദ്ധമായിരിക്കുന്ന കഅബ തവാഫ് ചെയ്യാൻ. 10 കഴിഞ്ഞില്ലെങ്കിൽ 11 തവാഫ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇഹ്റാമിലായിരിക്കും എന്നർത്ഥം. ആ പരിശുദ്ധമായിരിക്കുന്ന കഅബാലയം തവാഫ് ചെയ്ത് സഫാ മർവന്റെ ഇടയിൽ ആ ലക്ഷങ്ങളുടെ ഇടയിൽ നമ്മൾ സഈ ചെയ്ത് അൽഹംദുലില്ലാഹ് നമ്മുടെ മുടി മുണ്ടനം തടത്തിലോടുകൂടെ നമ്മൾ തഹല്ലുലായി പരിശുദ്ധമായ ഇഹ്റാമിൽ നിന്ന് മോചിതരായി മുടി കളയലോടുകൂടെ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുടി കളയല്ല വേണ്ടത്, മുടി താഴോട്ട് താക്കിട്ടിട്ട് അവര് മുടിയുടെ ഏറ്റവും അടിഭാഗത്ത് അല്പം മുറിച്ച് കളയുകയാണ്. ആ മുടി മുറിക്കലോടുകൂടെ തഹല്ലുലായി. വീണ്ടും നമ്മൾ പോകുന്നത് മക്കയിൽ നിന്ന് നമ്മൾ മിനയിലേക്ക് തന്നെയാണ്. അന്ന് മിനയിൽ താമസിക്കുകയാണ്. പിറ്റേ ദിവസം മിനയിൽ താമസിച്ച് പരിശുദ്ധ
പരിശുദ്ധമായ ജംറയെ 3 ജംറകൾ എറിയേണ്ടതുണ്ട്. പരിശുദ്ധമായ 3 ജംറകൾ എറിയേണ്ടത് ഉച്ചയ്ക്ക് ശേഷമാണ്, ളുഹറിന് മുമ്പല്ല. ളുഹർക്ക് ശേഷമാണ് ആ ജംറകൾ എറിയേണ്ടത്. പരിശുദ്ധമായിരിക്കുന്ന ആ ദിവസത്തിന്റെ പേര് യൗമുൽ ഖർ എന്നാണ്. ദുൽഹജ്ജ് 11. ആ ദുൽഹജ്ജ് 11 നമ്മൾ മിനയിൽ തന്നെ താമസിച്ച് നമ്മൾ 3 ജംറയാണ്. ഒന്നാമത്തെ ജംറ ജംറത്തുൽ ഊല, രണ്ടാമത്തെ ജംറ ജംറത്തുൽ ഉസ്ത, മൂന്നാമത്തെ ജംറ ജംറത്തുൽ ഉഖബ. ഓരോ ജംറകളെയും മാറി മാറി എറിഞ്ഞ് അത് ആദ്യം ജംറത്തുൽ ഊലനെ തന്നെ എറിയണം, പിന്നീട് ഉസ്തനെ എറിയണം, പിന്നെ ഉഖബനെ എറിയണം. അല്ലാതെ ഉഖബൻ എറിഞ്ഞിട്ട് തിരിച്ചിട്ട് പോരാൻ പറ്റൂല. അത് ശരിക്കും ശ്രദ്ധിക്കണം. പല ആളുകൾക്കും അവിടെ സംശയം വരാറുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മിനയിൽ തന്നെ താമസിക്കാൻ, ആ മിനയിൽ താമസിച്ചിട്ട് ദുൽഹജ്ജ് ആ 12 അന്ന് വീണ്ടും നമ്മൾ ജംറനെ 3 ജംറനെയും എറിയുകയാണ്. ആ രണ്ടാമത്തെ ദിവസവും നമ്മൾ എറിഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഉച്ചയുടെ മുമ്പ് തന്നെ, അതും അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു പോരാം വേണമെങ്കിൽ. എന്നാ പിന്നെ 3-ാമത്തെ ദിവസം അവനക്ക് ഒഴിവായി കിട്ടും. അതെല്ലാം അവിടെ തന്നെ നിന്നുകൊണ്ട് 3-ാം ദിവസം എന്നവൻ ആ ദുൽഹജ്ജ് 13 അന്ന് ജംറനെ എറിയുകയാണ്. ആ എറിയലോടുകൂടെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് അവൻ തിരിച്ചു പോരാം. ഇനി മക്കയിലേക്ക് പോരാം. അവൻ അസീസിയിലേക്ക് ഹാജിമാർക്കുള്ള താമസം അല്ലെങ്കിൽ മക്കയിലായിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റിൽ പോകുന്ന ആളുകൾക്ക് മറ്റേതെങ്കിലും ഭാഗത്തായിരിക്കും. ഏതായാലും നമ്മൾ താമസ സ്ഥലത്തിൽ നിന്ന് മിനയിൽ നിന്ന് പോരുകയാണ്. പിന്നീട് അൽഹംദുലില്ലാഹ് നമുക്ക് എപ്പോഴാണോ പോരാനുള്ള സമയം അതിനനുസരിച്ച് നമ്മൾ പോരുകയും അതിന്റെ ഇടയിലായിട്ട് പരിശുദ്ധമായ മക്കയിൽ നമ്മൾ സന്ദർശിക്കേണ്ട ഇടങ്ങളൊക്കെ സന്ദർശിച്ച് വീണ്ടും ഉംറ ചെയ്യാൻ കഴിഞ്ഞ ഉംറ നിർവഹിച്ചിട്ട് എല്ലാ കർമ്മങ്ങളും നിർവഹിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. അതോടുകൂടെ തന്നെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം കഴിഞ്ഞതിന് ശേഷം മുത്തുനബിയുടെ പരിശുദ്ധമായ മദീനയിൽ പോകണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഒരാൾ കഅബാലയം ലക്ഷ്യമാക്കി കൊണ്ടുവന്നാൽ അവൻ എന്നെ സന്ദർശിക്കണേ എന്ന് പരിശുദ്ധ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വമൻ സാറ ഖബരി വജബത് ലഹു ശഫാഅതി. എന്റെ പരിശുദ്ധമായ റൗള ആരെങ്കിലും സിയാറത്ത് ചെയ്യുന്നുവെങ്കിൽ എന്റെ ശുപാർശ അവനിക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ മദീനയിൽ ചെന്ന് 6-7 ദിവസം കഴിച്ചുകൂട്ടി 40 വക്ത് നിസ്കാരം അവിടെ നിന്ന് നിർവഹിച്ചാൽ അവനക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്താണ്, നരകം അവനക്ക് ഹറാമാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. ആ മദീനയും സന്ദർശനം കഴിഞ്ഞ് പരിശുദ്ധമായ ഹറം നമ്മുടെ നാട്ടിലേക്ക് തിരിക്കുന്ന പവിത്രമായ കർമ്മം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് വളരെ വിശാലമായി പറയേണ്ട ഒരു വിഷയം ഏതാനും 3/4 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ആറ്റിക്കുറിക്ക തന്നതാണ്. ഏതായാലും പരിശുദ്ധമായി ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് വല്ലാത്ത പുണ്യമായ ഒരു കർമ്മമാണ്. ആ പുണ്യകർമ്മത്തിന് ആകെയുള്ള ദിവസം എന്ന് പറയുന്നത് 6 ദിവസമാണ്. ദുൽഹജ്ജ് 8 മുതൽ തുടങ്ങി ദുൽഹജ്ജ് 9, അതുപോലെ തന്നെ 10, 11, 12, 13 ഈ ദിവസങ്ങളിലാണ് ഹജ്ജിന്റെ ദിവസങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യഭൂമിയിൽ ചെന്നിട്ട് പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായിരിക്കുന്ന റൗള സിയാറത്ത് ചെയ്യാനും നമുക്കൊക്കെ അല്ലാഹു ഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്രാവശ്യം നമ്മിൽ നിന്ന് ഹജ്ജിന് പോവാൻ തയ്യാറായി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അല്ലാഹു ആഫിയത്തോടുകൂടെ പുണ്യകർമ്മം അവിടെ ചെന്ന് നിർവഹിക്കാൻ അവർക്ക് ഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. രോഗത്തിൽ അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വരും കാലങ്ങളിൽ നമുക്കെല്ലാവർക്കും ആ പുണ്യഭൂമിയിലെത്തി തൃപ്തി അടയാനും കാബൂലാക്കും വിധം കർമ്മങ്ങൾ നിർവഹിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കൂടലും പിരിയലും ഒക്കെ അല്ലാഹു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഉഹുദ് യുദ്ധം നടന്ന മാസമാണ് പരിശുദ്ധമായിരിക്കുന്ന ഈ ശവ്വാൽ മാസം എന്ന് പറയുന്നത്. മഹാനായ സയ്യിദുനാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായ മാസമാണ്. മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു ബറക്കത്ത് കൊണ്ട് മഹാന്മാരായിരിക്കുന്ന ഉഹുദ് ശുഹദാഇന്റെ ബറക്കത്തും ശഫാഅത്തും കൊണ്ട് സ്വർഗ്ഗപ്രവേശത്തിന് അല്ലാഹു നമുക്ക് ഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രോഗങ്ങൾക്കൊക്കെ അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി
على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله فضاله اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد രാജാതിരാജനായ മലികുൽ ജബ്ബാറായ ഖാലിഖായ റാസിഖായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണം അല്ലാഹ് ബദരീങ്ങളെ സാന്നിധ്യം കൊണ്ട് ധന്യമായ മജ്ലിസാക്കണം അല്ലാഹ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം അല്ലാഹ് ഞങ്ങൾ ഇവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡ് സമയങ്ങളും നാളെ നിന്റെ കോടതിയിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന അമലാക്കണം അല്ലാഹ് അല്ലാഹുവേ നീ ഞങ്ങളെ നന്നാക്കണം അല്ലാഹ് നന്മകളുടെ വഴികളിലേക്ക് ഞങ്ങൾ അടുപ്പിക്കണം അല്ലാഹ് ഞങ്ങളെ ഖൽബിനെ ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കണം അല്ലാഹ് ഇഖ്ലാസും തഖ്വയും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ് ഈമാൻ വർദ്ധിപ്പിക്കണം അല്ലാഹ് ഞങ്ങളെ അഖ്വാലുകൾ നന്നാക്കണം അല്ലാഹ് ഞങ്ങളെ അഫ്ആലുകൾ നന്നാക്കണം അല്ലാഹ് ഞങ്ങളെ അഹ്വാലുകൾ നന്നാക്കണം അല്ലാഹ് ഞങ്ങളെ ഹറകാത്ത് സകനാത്തുകൾ നന്നാക്കണം അല്ലാഹ് ഞങ്ങളെ ഇടപെടലുകൾ നന്നാക്കണം അല്ലാഹ് ഞങ്ങളെ സ്വഭാവം നന്നാക്കണം അല്ലാഹ് നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം ചിട്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹുവേ ഖൈറിന്റെ വഴികളിലേക്ക് ഞങ്ങൾ അടുപ്പിക്കണം അല്ലാഹ് ഞങ്ങൾ ചെയ്തു പോയ സകലമായ തെറ്റുകുറ്റങ്ങളും നീ വിട്ടു പുറത്ത് മാപ്പാക്കണം അല്ലാഹ് തെറ്റുകളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ് തെറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളെ തൊട്ട് ഞങ്ങളെ വിദൂരത്താക്കണം അല്ലാഹ് പിശാചിന്റെ കണിവലയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണം അല്ലാഹ് അവനെ ചെറുത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണം അല്ലാഹ് ഈമാനിന്റെ ഹലാവത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ് മഹബ്ബത്തിന്റെ കമാലിയത്ത് നൽകണം അല്ലാഹ് സ്വാലിഹീങ്ങളുമായുള്ള സ്വഹബത്ത് നൽകണം അല്ലാഹ് ഇബാദത്തിന്റെ ലദ്ദത്ത് നൽകണം അല്ലാഹ് ഖൈറാത്തുകളിലേക്കുള്ള ഖുർബത്ത് നൽകണം അല്ലാഹ് മുത്ത് ഹബീബിനോടുള്ള മഹബ്ബത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ സകല ഖൈറാത്തുകളിൽ ഞങ്ങളെ നീ മുൻപന്തിയിലാക്കണം അല്ലാഹ് സകല ഫിത്നയിൽ നിന്നും ഫസാദുകളിൽ നിന്നും തിന്മകളിൽ നിന്നും ഞങ്ങളെ നീ അകറ്റണം അല്ലാഹുവേ നിന്റെ മഹാന്മാരാകുന്ന ബദരീകളെ സ്നേഹിച്ചുകൊണ്ട് അവരോടൊപ്പം സ്വർഗം പുൽകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ് ബദരീകളെ കൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ചേർത്തണം അല്ലാഹ് നീ ഞങ്ങളെ നന്നാക്കണം അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസുമായി സഹായിക്കുന്നവര് സഹകരിക്കുന്നവര് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവര് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ് ഇന്നത്തെ മജ്ലിസിലേക്ക് ഭക്ഷണം നൽകിയിട്ടുള്ളത് അല്ലാഹുവേ ആ സഹോദരന് വേണ്ടി ദുആ ചെയ്യാനാണ് വാക്കാക്ക് വേണ്ടി അല്ലാഹുവേ അവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണം അല്ലാഹ് സ്വർഗീയമായ ആനന്ദമുള്ള ഖബറാക്കണം അല്ലാഹ് അല്ലാഹുവേ അവരെ ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണം അല്ലാഹുവേ മരണപ്പെട്ട സമയം മുതൽ ഈ സമയം വരെ ആരെല്ലാം എന്തെല്ലാം നന്മകൾ അവരുടെ പരലോക ഗുണത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ എല്ലാം നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ് സ്വർഗീയമായ ആനന്ദം അവരെ ഖബറിൽ പ്രദാനം ചെയ്യണം അല്ലാഹ് അവരെ ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ വിജയത്തിലാക്കണം അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ല അല്ലാഹ് ഈ മജ്ലിസിലേക്ക് ഇന്നത്തെ മജ്ലിസിലേക്ക് വെള്ളം നൽകിയവരുണ്ട് സംഭാവനകൾ നൽകിക്കൊണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് അല്ലാഹ് ഈ മജ്ലിസിൽ കൂടിയ ആണുങ്ങളിൽ പെണ്ണുങ്ങളിൽ പല ഉദ്ദേശങ്ങൾ ഉള്ളവരുണ്ട് അല്ലാഹുവേ എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങളെ നീ സാധിപ്പിക്കണം അല്ലാഹ് പ്രയാസങ്ങൾ വിഷമങ്ങൾ അകറ്റണം അല്ലാഹ് എല്ലാവിധ സന്തോഷങ്ങളും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം അല്ലാഹ് മനസ്സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്
അല്ലാഹുവേ നീ ഞങ്ങളെ നന്നാക്കണം അല്ലാ. ഗീബത്തിൽ നിന്ന് നമീമത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. നീ നൽകിയ അവയവങ്ങളെ കൊണ്ട് നിനക്ക് പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഈ മജ്ലിസ് നൂർ തുടങ്ങിയ കാലം തൊട്ട് ഇന്നേ വരെ ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരുമുണ്ട്, അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. അവർ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണം അല്ലാ. അല്ലാഹുവേ അവർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളൊക്കെ വലിയ വിജയത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. അല്ലാഹുവേ പ്രതീക്ഷിക്കാത്ത നിലക്കുള്ള വലിയ വിജയം അവർക്ക് നീ സമ്മാനിക്കണം അല്ലാ. ബദരീങ്ങളെ മദദ് നൽകണം അല്ലാ. ബദരീങ്ങളെ കാവൽ നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നൂറിന്റെ ഇതിന് വേണ്ട അറേഞ്ച്മെന്റുകൾ ചെയ്യുന്നവരെ, ഇവിടെയുള്ള ഭക്ഷണം പാകം ചെയ്യുന്നവർ, അതിന് വേണ്ടി അത് പാക്ക് ചെയ്യുന്നതിന് വേണ്ടി വിതരണത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നവര് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. ഞങ്ങൾക്ക് ഇങ്ങനെ മജ്ലിസ് നൂർ നടത്താൻ സൗകര്യം ഏർപ്പെടുത്തി തന്ന അല്ലാഹുവേ അഭിവന്ദരായ ആചാര്യ അവരുടെ കുടുംബം നീ ബർക്കത്ത് നൽകണം അല്ലാ. അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നൂറിന്റെ സദസ്സുകളൊക്കെ സജീവമായി പങ്കെടുത്തുന്ന പലരും രോഗം കാരണം വീട്ടിൽ വിശ്രമത്തിലാണ്. അവർക്കൊക്കെ നീ ആഫിയത്തും ദീർഘായുസ്സും ആരോഗ്യവും നൽകണം അല്ലാ. അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം അല്ലാ. അവരുടെ രോഗങ്ങൾക്ക് നീ പരിപൂർണ ശിഫ നൽകണം അല്ലാ. അവർക്ക് നീ പരിപൂർണ ആഫിയത്ത് നൽകണം അല്ലാ. സിഹത്തും സലാമത്തും നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പള്ളിയുടെ പരിസരത്ത് മറവട്ട് കിടക്കുന്നവർ, അവരുടെ ഖബറിലേക്ക് ഞങ്ങളെ മജ്ലിസിന്റെ ഗുണങ്ങളെ എത്തിച്ചു കൊടുക്കണം അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന്, ഞങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ നിന്ന് അല്ലാഹുവേ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും ഈ മജ്ലിസിന്റെ ഗുണങ്ങളെ എത്തിച്ചു കൊടുക്കണം അല്ലാ. അവർക്കൊക്കെ ഖബറിൽ വലിയ സന്തോഷം നൽകുന്ന മജ്ലിസാക്കണം അല്ലാ. അല്ലാഹു ഈ വർഷം പരിശുദ്ധമായ ഹജ്ജ് ഉംറ സിയാറത്തിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് അല്ലാ. മഖ്ബൂലും മബ്റൂറും മർളിയുമായ നിലക്ക് അമലുകളൊക്കെ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം അല്ലാ. ഒരു അമലിനും ഒരു ഭംഗവും വരുന്ന അവസ്ഥ വരുത്തല്ല അല്ലാ. പരമാവധി ഇബാദത്തുകളെ കൊണ്ട് കിട്ടുന്ന സമയങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകണം അല്ലാ. ഇത് വെറുമൊരു ടൂറാക്കല്ല അല്ലാ. ഇത് വെറുമൊരു യാത്രയാക്കല്ല അല്ലാ. നിന്റെ പക്കൽ വലിയ കബൂലിയത്ത് കിട്ടുന്ന അമലാക്കണം അല്ലാ. പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചാൽ, ഉംറ നിർവഹിച്ചാൽ അല്ലാ, ഒരു ഉമ്മ കുട്ടിയെ പ്രസവിച്ച സമയത്ത് ഏത് നിലക്കാണ് അവരുള്ളതെങ്കിൽ അത്രമേൽ പരിശുദ്ധമായ നിലക്കാകുമെന്നാണല്ലോ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ആ നിലക്കുള്ള അമലാക്കണം അല്ലാ. ആ നിലക്കുള്ള അമലാക്കണം അല്ലാ. അതിനുള്ള തൗഫീഖ് നൽകണം അല്ലാ. ഒരു തടസ്സവും പ്രയാസവും നൽകല്ല അല്ലാ. ഒരു ബുദ്ധിമുട്ടും നൽകല്ല അല്ലാ. ആസ്വദിച്ച് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണം അല്ലാ. ഇബാദത്ത് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്ന അവസ്ഥ വരുത്തല്ല അല്ലാ. എല്ലാം സന്തോഷത്തോടുകൂടി നേരിടാൻ, എല്ലാം റാഹത്തോടുകൂടി അഭിമുഖീകരിക്കാനും നീ തൗഫീഖ് നൽകണം അല്ലാ. വർഷങ്ങളേറെയായി ആ പുണ്യഭൂമിയിലെത്താൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട് അല്ലാ. വഴികളെ നീ എളുപ്പമാക്കണം അല്ലാ. ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി പൈസ കെട്ടിവെച്ചിട്ടുണ്ട്, പക്ഷെ പല പ്രതിസന്ധികളിലുമാണ് അല്ലാ. പ്രതിസന്ധികളൊക്കെ നീങ്ങിക്കൊണ്ട് ആ പുണ്യഭൂമിയിലെത്തിക്കൊണ്ട് അമലുകളൊക്കെ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം അല്ലാ. തടസ്സങ്ങളെ നീക്കി കൊടുക്കണം അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാ. നിന്റെ കാരുണ്യത്തിന്റെ നോട്ടോ ഞങ്ങളെ കൊള്ള നോക്കണം അല്ലാ. നിന്റെ ഒളബിന്റെ നോട്ടത്തെ തൊട്ട് ഞങ്ങൾക്ക് രക്ഷ നൽകണം അല്ലാ. ഈ മജ്ലിസ് നൂറിന്റെ സദസ്സിനെ നീ ഏറ്റെടുക്കണം അല്ലാ. ഇതിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം അല്ലാ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക്
അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം നൽകണം അല്ലാഹുവേ. ഇത് ഞങ്ങളെ ആഖിറം രക്ഷപ്പെടുത്തുന്ന മജ്ലിസാക്കണം അല്ലാഹ്. ഇത് ഞങ്ങളെ ഖൽബ് നൂറാക്കുന്ന മജ്ലിസാക്കണം അല്ലാഹ്. ഖബർ നൂറാക്കുന്ന മജ്ലിസാക്കണം അല്ലാഹ്. ഈ മജ്ലിസിന് ഞങ്ങൾക്ക് ഇജാസത്ത് നൽകിയ അഭിവന്ദ്യരായ പാടക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദാ, അവരെ ദറജനെ ഉയർത്തണം അല്ലാഹ്. അവരെ ദറജനെ ഉയർത്തണം അല്ലാഹ്. അവരെ പൊരുത്തമുള്ള മജ്ലിസാക്കണം അല്ലാഹ്. മരണം വരെ നിന്റെ ദീനിന് വേണ്ടി എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹ് നിന്റെ ദീനിന് വേണ്ടി ഇസ്സത്തോടെ നിലകൊള്ളാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഈമാനോടെ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. നീ നൽകിയ സമ്പത്തും നീ നൽകിയ ആരോഗ്യവും നീ നൽകിയ സമയവും നിന്റെ പൊരുത്തത്തിലായി ചെലവഴിച്ച് നാളെ നിന്റെ കോടതി രക്ഷപ്പെടുന്നവരാക്കി ഞങ്ങളെ മാറ്റണം അല്ലാഹ്. എല്ലാ ഭിന്നതകളും നീ ഒഴിവാക്കണം അല്ലാഹ്. സലാമത്തോടെ സന്തോഷത്തോടെ ഐക്യത്തോടെ ഒരുമയോടെ സ്നേഹത്തോടെ വർത്തിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിവന്ദ്യരായ പണ്ഡിതന്മാര് സാദാത്യങ്ങള് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യണം അല്ലാഹ്. മരണം വരെ നിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടുകൂടി ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ഈമാൻ സലാമത്താക്കണം അല്ലാഹ്. നല്ല ദിവസത്തിലും നല്ല സമയത്തും പരിശുദ്ധ ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് സ്വർഗം കണ്ട് സന്തോഷത്തോടെ മരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചോദിച്ചതും ഞങ്ങളെ മനസ്സിന്റെ അകത്തുള്ളതുമായ മുഴുവൻ ആഗ്രഹങ്ങളുള്ള ഖൈറുകളെ സാധിപ്പിക്കണം അല്ലാഹ്. ശർറുകളെ തട്ടി മാറ്റണം അല്ലാഹ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ ഖൈറിൽ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.